ഓം ശാന്തി. ബ്രഹ്മകുമാരീസ് സംഘടിപ്പിച്ചിരിക്കുന്ന ദിശ ഫോർ യൂത്ത് എന്നുള്ള മാർച്ചിലെ 5 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ മെസ്സേജ് ഫേസ്ബുക്കിലായിട്ടും അതുപോലെ വാട്സാപ്പില് ഒരു 2-3 മാസങ്ങളായിട്ട് നമ്മളുടെ സേവനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശരിക്കും നോക്കിയാൽ കേരളം മുഴുവൻ ഈ ഒരു യൂത്ത് പ്രോഗ്രാമിന്റെ മെസ്സേജ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പേരിപ്പോ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്ത ധാരാളം യങ്സ്റ്റേഴ്സ് ഉണ്ട്. സോ ബ്രഹ്മകുമാരീസ് യൂത്ത് വിങ്ങിനെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഏതൊരു സേവനത്തിനാണോ സമർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെയും ഒരു വിജയം എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിൽ ഞങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന പോസിറ്റിവിറ്റിയുടെ എനർജിയെ നിങ്ങൾ ഓരോരുത്തരിലേക്ക് ഷെയർ ചെയ്യാനും അത് സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സമയം കണ്ടുപിടിച്ച് ഇന്ന് സൂം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരെയും ബ്രഹ്മകുമാരീസിന്റെ യൂത്ത് വിങ് പാലക്കാടിന്റെ ഭാഗത്തിൽ നിന്നും സാദരം വെൽക്കം ചെയ്യാണ്. എല്ലാവർക്കും സ്വാഗതം. ശരിക്കും കഴിഞ്ഞൊരു വർഷം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും എല്ലാത്തിലും ഒരു വളരെ വലിയൊരു ഗ്യാപ്പ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും പറയും കൂടുമ്പോഴാണ് ഇമ്പമുള്ളത് എന്ന് പറയും. അതൊരു ഫാമിലിയിൽ മാത്രമല്ല, നമ്മൾ കോളേജിൽ പോകുമ്പോഴായിക്കോട്ടെ, ജോലിക്ക് പോകുമ്പോഴായിക്കോട്ടെ, എവിടെ പോകുമ്പോഴും മനുഷ്യ മനസ്സ് ഇഷ്ടപ്പെടുന്നതൊരു ഇമ്പമാണ്. നല്ലൊരു ട്യൂൺ വേണം നമ്മുടെ ലൈഫിൽ. അപ്പൊ അതൊരിക്കലും ജഡമായ വസ്തുക്കളിലൂടെ ഒരിക്കലും ട്യൂൺ കിട്ടില്ല. ലിവിങ് ബീയിങ്സിന്റെ അടുത്ത്, ഹ്യൂമൻ ബീയിങ്സിന്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്കൊരു എനർജി വരിക. ലോക്ക്ഡൌണിൽ പോലും നമ്മൾ പറയില്ലേ, മനുഷ്യരെ കാണാതെയും ആരെ കാണാതെയും കുറെ കാലം ഇരുന്നു വീട്ടിന്റെ ഉള്ളില്. പിന്നെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ, റിലേറ്റീവ്സിനെ കാണുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴൊരു ജീവൻ വന്നേ, ഇപ്പോഴേ സന്തോഷം വന്നേ. അപ്പോ ഇന്നത്തെ വിശേഷിച്ചും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ടോപ്പിക്കും അതാണ്, ഫ്രം കെയോസ് ടു കാം. നമ്മുടെ മനസ്സിൽ ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ചുള്ള ഇളക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ആ ഒരു സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യണം. അപ്പോ ഈ ഒരു പ്രോഗ്രാമില് ഏറ്റവും ആദ്യം ഈശ്വരന്റെ സ്മൃതിയിലേക്ക്, ആ സർവശക്തന്റെ ഓർമ്മ നമുക്ക് അതിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ ബ്രഹ്മകുമാരീസിന്റെ തന്നെ യൂത്ത് വിങ് മെമ്പർ ആയിട്ടുള്ള ശ്രീലക്ഷ്മി സിസ്റ്റർ ഉണ്ട്. സോ ലച്ചു ഈശ്വരന്റെ ഓർമ്മയിൽ ഒരു ഗീതം ആലപിക്കുന്നതാണ്. വെൽക്കം ലച്ചു. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ, മഹിതമാം ഭക്തി തന്ദാനമിന്നേകി, മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി, ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി, ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി, ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി. കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സൽബുദ്ധിയേകൂ. കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനേ സൽബുദ്ധിയേകൂ. ലോകൈകനായക രക്ഷിക്ക ഞങ്ങളെ, മഹിതമാം ഭക്തി തന്ദാനമിന്നേകി, മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി,
സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. താങ്ക് യു ശ്രീലക്ഷ്മി ബെൻ. അടുത്തതായി ബ്രഹ്മകുമാരീസിന്റെ പട്ടാമ്പി സേവാ കേന്ദ്രത്തിന്റെ കോർഡിനേറ്ററായ മറ്റൊന്ന് യൂത്ത് വിങ്ങിലെ സേവനത്തിൽ മെയിൻ ചുക്കാൻ പിടിക്കുന്ന സീന സിസ്റ്റർ നമ്മളോടൊപ്പം ഉണ്ട്. സിസ്റ്റർ ഇന്നത്തെ പ്രോഗ്രാമിലെ ഗസ്റ്റുകൾ ആരാണോ അവരെയും പ്ലസ് നമ്മളെല്ലാ യൂത്ത് സ്റ്റാർസിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യും. വെൽക്കം സീന ബെൻ. Good evening to all. നമ്മുടെ ഇന്നത്തെ ഈ സന്ധ്യാസമയം നമ്മളെല്ലാവരും ഇന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസം അല്ലേ? നമ്മളെല്ലാ യുവ സമൂഹങ്ങളും ഇന്ന് ഒന്നിച്ചു ചേർന്ന ഒരു ദിവസം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് എല്ലാവരും. ഒരു സ്ഥലത്ത് നിന്നാൽ പലരും കൂടി പല ഭാഗത്തു നിന്നും ഒരുമിച്ചിരുന്നിട്ട് അല്ല ഇന്നത്തെ ഈ സന്ധ്യാസമയം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ യൂത്ത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ യൂത്ത് പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ചിങ് വേൾഡില് യൂത്ത് സമൂഹം അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങള്, ഒരുപാട് ബുദ്ധിമുട്ടുകള്, ആരോടും ഷെയർ ചെയ്യാനില്ലാതെ അല്ലെ, എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒരുപാട് വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തമാകാനും നമുക്ക് അതിനൊക്കെ റിലീഫ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ. തീർച്ചയായിട്ടും ബ്രഹ്മകുമാരീസിന്റെ ഈ ഒരു 5 days പ്രോഗ്രാം, യൂത്ത് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, ചലഞ്ചുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിന്റെ എല്ലാം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് ഈ ഒരു 5 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ ഒരു കടമ ഇതാണ്, നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ പാലക്കാട് മലപ്പുറം ജില്ലയിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള ബ്രഹ്മകുമാരി മീനാജി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതയാണ്. മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലൂടെയും ധാരാളം മീഡിയ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്ററെ നിങ്ങൾക്ക് അറിയണുണ്ടാവും പലർക്കും. സിസ്റ്റർ ഇത്രയും ഫേമസ് ആണ് എല്ലാവർക്കും, അതായത് വിശ്വത്തിൽ തന്നെ എല്ലാവർക്കും, എല്ലാ ലോകം മുഴുവനായിട്ടും സിസ്റ്റർ സ്പീച്ചുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിസ്റ്റർ ഇത്രയും മാതൃകാപരമായി കൊണ്ട് തന്നെ എല്ലാവർക്കും, അതായത് കുടുംബത്തില് ഒരു ഫാമിലിക്ക് വേണ്ട രീതിയിൽ, ഒരു യൂത്തിന് വേണ്ട രീതിയിൽ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള നല്ല ഇൻസ്പിറേഷനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ ക്ലാസ്സുകൾ സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷങ്ങളിലേറെ ആയിക്കൊണ്ട് ബ്രഹ്മകുമാരീസില് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ നമ്മുടെ ഇന്ന് പ്രോഗ്രാമിൽ വരും. ലാസ്റ്റിൽ സിസ്റ്റർ നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ടോക്ക് സിസ്റ്റർ ഉണ്ടായിരിക്കും. ലാസ്റ്റ് ടൈമിൽ സിസ്റ്റർ എത്തും. സിസ്റ്റർ നമുക്ക് കാണാം. എന്തായാലും സിസ്റ്ററെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ പാലക്കാടിൽ തന്നെ നിങ്ങൾക്ക് അറിയാനുണ്ടാവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഫൈസി ബ്രദർ. അതായത് അദ്ദേഹം ബിസിനസ് എറണാകുളത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് ബുക്ക് സ്റ്റോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദറാണ് ഫൈസി ബ്രദർ. വളരെ അദ്ദേഹം ഫേമസ് ആണ്. പാലക്കാടിലാണ് അദ്ദേഹം താമസിക്കുന്നത്, എറണാകുളത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രദറുടെയും ഒരു ജസ്റ്റ് ഒരു ആശംസ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ ബ്രദറിനെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ടോക്ക് ചെയ്യാൻ വേണ്ടി പോണത് സ്പീക്കറായിട്ട് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ ഹെഡ് ഓഫീസായ രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെ ഗോഡ്ലി വുഡ് സ്റ്റുഡിയോയുടെ
ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള BK പ്രഭാത് ബ്രദറാണ്. ബ്രദർ നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ബ്രദറാണ് ഇന്നത്തെ മെയിൻ സ്പീക്കർ. നമ്മുടെ ഫുൾ സെഷൻ അറ്റൻഡ് ചെയ്യണത് ബ്രദർ എടുക്കുന്നത് ബ്രദറാണ്. ബ്രദറുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാല് ബ്രദർ ഇത്രയും കഴിഞ്ഞ 21 വർഷങ്ങളിലേറെയായിട്ട് ബ്രദർ ബ്രഹ്മകുമാരീസിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലെ തന്നെ യൂത്ത് ടൈമിൽ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ബ്രഹ്മകുമാരീസുമായിട്ട് കണക്റ്റഡ് ആണ്. ബ്രദർ ആ ടൈം മുതൽ തന്നെ ഇത്രയും സേവനങ്ങള്, ഇത്രയും കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ബ്രഹ്മകുമാരീസിന്റെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ബ്രദർ ഇപ്പോ മൗണ്ട് അബൂല് നമ്മുടെ ഹെഡ് ഓഫീസിൽ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സെൽഫ് പ്യൂരിഫിക്കേഷൻ വളരെ അത്യാവശ്യ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനുവേണ്ടി ഇത്രയും ബ്രദർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരുപാട് TV ഷോസുകള്, അതേപോലെ ഇംഗ്ലീഷിലെ സോങ്സുകൾ, ഇതെല്ലാം ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗ്യമാണ് ബ്രദറെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നല്ല സ്പീച്ചാണ് ബ്രദറുടെ. നമുക്ക് കഴിഞ്ഞ നമ്മുടെ ഒരു പ്രോഗ്രാമിലും ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരും. അപ്പോ ഇത്രയും നല്ലൊരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷണൽ സ്പീക്കറെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും BK പ്രഭാത് ബ്രദറിനെയും നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഇന്ന് ആദരപൂർവം സ്നേഹപൂർവം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പ്രഭാത് ഭായ്. താങ്ക് യു. ഓം ശാന്തി. അതിനുപരി നിങ്ങൾ എല്ലാവരും ഇത്രയും യൂത്ത് സ്റ്റാർസ് ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും താല്പര്യത്തോടു കൂടി, കാരണം കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ നമ്മൾ നോക്കിയാൽ, നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തപ്പോ നമ്മൾ ഓരോരുത്തരുടെയും ചോദിച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരുന്നു എല്ലാവരെയും നമ്മൾ ഇങ്ങനെ ചേർത്ത് വന്നതായിരുന്നു. പക്ഷെ നമ്മുടെ ഇപ്രാവശ്യത്തെ യൂത്ത് പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ്. പലരും ഇന്ന് ഈ കാണുന്ന എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ആരോടും പറഞ്ഞിട്ടല്ല, നിങ്ങളായിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റോട് കൂടി പലരും ജോയിൻ ചെയ്തതാണ്. അതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് ഇത്രയും നമ്മുടെ ഉള്ളിൽ ഹൃദയം നിറഞ്ഞ നല്ലൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇത്രയും ഉണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും ഇത്രയും ഇൻട്രസ്റ്റോട് കൂടി വരിക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സഹോദരന്മാർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്നേഹപൂർവമായ സ്വാഗതം. ഓം ശാന്തി. പേജ് വരും. ഓം ശാന്തി. നമ്മളുടെ സീന സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ പാലക്കാടിലെ ഒരു ബിസിനസ് മാൻ ആണ് അദ്ദേഹം. ഓൺലൈനില് ബുക്സിന്റെ ഒരു ഷോപ്പ് നടത്തുകയാണ്. സോ അപ്പോ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ കൂടെ ഇന്ന് കൂടി ചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഗുഡ് വിഷസ് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഫൈസി ബ്രദർ dreamasia.in പറയും ബ്രദറുടെ വെബ്സൈറ്റ്. അപ്പൊ ബ്രദർ നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഗുഡ് വിഷസ് നമുക്ക് കേൾക്കാം. ദിശ 2020 रिकॉर्डेड मैसेज हम लोग जाए 8:30 तक चलना ചെയ്തിട്ടുണ്ട്.
2021 എന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ബ്രഹ്മകുമാരീസിനും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എല്ലാ യുവജനങ്ങൾക്കും ജീവിത ചിട്ടകളിൽ മാറ്റമുണ്ടാക്കാൻ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ അത് സഹായകരമാവും. ഈ ഒരു പരിപാടിയിലൂടെ ധ്യാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അടുത്തറിയാനും ഇതൊരു അവസരമാകട്ടെ. ദിശ 2021 എന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ദിശ താങ്ക് യു ഫൈസി ബ്രദർ. നമ്മളുടെ കഴിഞ്ഞ ദിശ പ്രോഗ്രാമില് 5 ദിവസത്തെ പ്രോഗ്രാമിലും ഇതേപോലെ ഡയറക്റ്റ് നമ്മളുടെ കൂടെ കൂടിച്ചേരാൻ സാധിച്ചിട്ടില്ലെങ്കിലും ധാരാളം യൂട്യൂബ് ബ്ലോഗേഴ്സ്, വിശ്വം മുഴുവനുള്ള മലയാളികൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ധാരാളം കുട്ടികൾ ഇതുപോലെ അവരുടെ ഗുഡ് വിഷസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഒരു യൂട്യൂബ് ബ്ലോഗറിൽ നിന്നൊന്ന് മാറി ഒരു ബിസിനസ് മാൻ ലെവലിലേക്ക് നമ്മൾ ഒരു സെക്കൻഡ് ദിശ പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം സമൂഹത്തിൽ കുറച്ചുകൂടി പലരുമായിട്ട് കണക്റ്റഡ് ആയ ഒരാളുടെ ഭാഗത്തു നിന്നതും ഓൺലൈനിൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുഡ് വിഷസ് നമുക്ക് അദ്ദേഹം സമർപ്പിച്ചു. സോ മച്ച് താങ്ക്സ്. സോ അധികം സമയം കളയുന്നില്ല, കാരണം നമ്മളെല്ലാവരും ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന് പ്രചോദനം നൽകുന്നതും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോളേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വാല്യുബിൾ ആയിട്ടുള്ള ജംസ് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി, നമ്മളിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്നത് പ്രഭാത് ഭായിജിയാണ്. നമ്മളുടെ സീന സിസ്റ്റർ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഹ്മകുമാരീസിന്റെ പാലക്കാട് സെന്ററിലാണ് പ്രഭാത് ഭായ് തന്റെ സ്പിരിച്വൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത്. പ്രസന്റ് ടൈമില് രാജസ്ഥാനിലാണ് ബ്രഹ്മകുമാരീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, മൗണ്ട് അബൂല്. അവിടെ ശരിക്കും നമുക്കറിയല്ലോ, ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ്, ടോളിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ ബ്രഹ്മകുമാരീസിന്റെ സ്റ്റുഡിയോയുടെ പേരാണ് ഗോഡ്ലിവുഡ്. അപ്പൊ ആ ഗോഡ്ലിവുഡ് സ്റ്റുഡിയോയില് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിട്ട്, അപ്പോ മലയാളികളുടെ ഭാഗത്ത് നിന്ന് വിശ്വം മുഴുവൻ ഈശ്വരന്റെ സേവനം ചെയ്യാൻ, അതും ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ഹെഡായിട്ടാണ് ഇപ്പൊ ബ്രദറ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പാലക്കാട് യൂത്ത് വിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഓർഗനൈസ് ചെയ്ത ഈ പ്രോഗ്രാമില് ബ്രദർ തന്നെ ഫസ്റ്റ് ടൈം നമുക്ക് നമ്മളുടെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടും നല്ലൊരു സ്പീക്കർ ആയിട്ടും നമ്മളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. സോ ഫ്രം കയോസ് ടു കാം, സമുദ്രം പോലെ എത്രയൊക്കെ ഇളകി മറിഞ്ഞാലും അതിന്റെ ആഴങ്ങളിലും ഒരു ശാന്തി ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ബ്രദർ തീർച്ചയായിട്ടും സഹായിക്കും. സോ ഹാർട്ട്ഫുള്ളി എല്ലാ യൂത്ത് മെമ്പേഴ്സിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും പ്രഭാത് ഭായിജിയെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓം ശാന്തി ബ്രദർ, വെൽക്കം. इतना नहीं, थोड़ा कम बस. Om Shanti. I hope everyone can hear me. എല്ലാവർക്കും ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പ്രഭാത് ബ്രദർ ഒരു മിനിറ്റ്, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട്. നമ്മൾ ശരിക്കും സൂമിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അതുകൊണ്ട് ആർക്കൊക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റൂ, അതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി ലൈവ്ലി ആയിരിക്കും പ്രോഗ്രാം, ഒരു എനർജി ഉണ്ടാവും. അപ്പോ എല്ലാവർക്കും വെൽക്കം വീഡിയോ ഓൺ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമിന്. താങ്ക് യു.
Okay. Ready? Chaos to calm. Zoom platform is quite new to all of us. ലോക്ക്ഡൗണിലാണ് ഇതെല്ലാം ഈ ഒരു സെറ്റപ്പ് വന്നത്. സോ മുമ്പിൽ ഇപ്പൊ ഒരു ഓഡിയൻസിന്റെ മുമ്പിലിരുന്നൊക്കെ ക്ലാസ് എടുത്ത ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് ഓൾ ഓഫ് യു വിൽ ബി ലിസ്ണിംഗ്, സിറ്റിംഗ് പീസ്ഫുള്ളി. എല്ലാവരും പ്രോഗ്രാം കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള മോഡിലാണ് ഞാൻ വിചാരിക്കുന്നു. There are two ways to live life. ജീവിതം ജീവിക്കാൻ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് ഖയോസ്, ഒന്ന് കാം. ജീവിതം ജീവിക്കാൻ രണ്ട് രീതികളുണ്ട്. സിറ്റുവേഷൻസിനെ വളരെ ഖയോട്ടിക് ആയിട്ട് നേരിടാം. പ്രക്ഷുബ്ധമായ മനസ്സ്, അല്ലെ, പ്രക്ഷുബ്ധം എന്നാണ് ഖയോസിന്റെ അർത്ഥം, പ്രക്ഷുബ്ധം. പിന്നെ ശാന്തമായിട്ട് സിറ്റുവേഷൻസിനെ നമുക്ക് ഇത് ചെയ്യാം. എനിക്ക് ഈ സിറ്റുവേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, രണ്ട് സുഹൃത്തുക്കളുടെ കഥ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും. രണ്ടുപേരും വളരെ നല്ല ചങ്ങാതിമാരാണ്. രണ്ടുപേരും കൂടി ക്ലാസ്സിൽ ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിച്ച് വളർന്ന് പിന്നെ രണ്ടുപേരും കൂടി വിചാരിച്ചു ഒരു ദിവസം കാട്ടിൽ പോവാം, ഒരു ഔട്ടിങ്ങിന് പോവാം. അപ്പൊ ഔട്ടിങ്ങിന് കാട്ടിൽ പോയിട്ട് അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാടാണ്. ദിസ് വർ ക്വൈറ്റ് അഡ്വഞ്ചറസ് പീപ്പിൾ. അപ്പൊ അവർ വിചാരിച്ചു ഇറ്റ് ഈസ് ഗുഡ്, കുറച്ച് റിസ്ക് വേണ്ടേ. അപ്പൊ അവർ രണ്ടുപേരും കൂടി അങ്ങനെ പോയി കാട്ടിന്റെ ഉള്ളില് ഒരുപാട് ഉള്ളിലെത്തി. അപ്പോ സിംഹത്തിന്റെ ശബ്ദം കേട്ടു. സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഇവർക്ക് ശരിക്കും പേടിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോ ഇതിൽ ഒരാള്, അദ്ദേഹത്തിന്റെ കാലിൽ ഈ ജംഗിൾ ബൂട്ടാണ്, വലിയ ഭാരമുള്ള ബൂട്ടാണ്. അപ്പൊ ജംഗിൾ ബൂട്ട് വേഗം അഴിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഓടാനുള്ള ഷൂസ് ഇട്ടു. സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ ഈ രണ്ടുപേരിൽ ഒരാള് അദ്ദേഹത്തിന്റെ ഭാരമുള്ള ജംഗിൾ ബൂട്ട് മാറ്റിയിട്ട് ഓടാനുള്ള ഷൂസ് ഇട്ടു. അപ്പോ മറ്റേ ആള് ചോദിച്ചു, ഇത് കൊള്ളാലോ. മറ്റേ ആൾക്ക് വളരെ തമാശ തോന്നി. അദ്ദേഹം പറഞ്ഞു, അത് ശരി, ഈ ജംഗിൾ ബൂട്ട് ഊരിയിട്ട് നീ ഓടാനുള്ള ഷൂസ് ഇട്ടാൽ ക്യാൻ യു ഔട്ട് റൺ ദ ലയൺ? നിനക്ക് സിംഹത്തിനെ ഓടി തോൽപ്പിക്കാൻ പറ്റും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിംഹത്തിനെ ഓടി തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നിന്നെ ഓടി തോൽപ്പിക്കാൻ പറ്റുമല്ലോ. ജംഗിൾ ബൂട്ട് മാറ്റിയിട്ട് ഓടാനുള്ള ഷൂസ് ഇട്ടാൽ സിംഹത്തിനെ ജയിക്കാൻ പറ്റില്ല, പക്ഷെ നിന്നേക്കാളും സ്പീഡിൽ ഓടാൻ പറ്റും. സോ അപ്പൊ ഇത് ഒരു ലൈഫിന്റെ റിയാലിറ്റിയാണ്. ഇന്നത്തെ കാലത്ത് പീപ്പിൾ, ഇന്നത്തെ പ്രശ്നം എന്താണ്? വാട്ട് ഈസ് എ പ്രോബ്ലം ദ വേൾഡ് ഈസ് ഫേസിങ്? നോബഡി ഈസ് ബോതേർഡ്, അല്ലെങ്കിൽ വളരെ കുറച്ചു പേര് മാത്രമേ they bother about their value system. ഒരു വാല്യൂ സിസ്റ്റം വെച്ച് ജീവിക്കാൻ അധികം പേരും തയ്യാറില്ല ഇന്ന്. ദിസ് ഇസ് എന്തുകൊണ്ട് ഖയോസ് ഉണ്ടാവുന്നതിന്റെ ഫസ്റ്റ്. ഐ ഡോണ്ട് ഹാവ് എ ക്ലിയർ വാല്യൂ സിസ്റ്റം. വാട്ട് ഈസ് ക്ലിയർ വാല്യൂ സിസ്റ്റം? ഞാൻ എന്നോട് തന്നെ ഓണസ്റ്റ് ആണോ? ഫസ്റ്റ് തിങ് ടു നോട്ട്. ഞാൻ എന്നോട് തന്നെ ഓണസ്റ്റ് ആണോ? എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എങ്ങനെ ജീവിക്കണം? മറ്റുള്ളവരുമായിട്ട് ഞാൻ എങ്ങനെ ഇടപെടണം? സി, യു ഷുഡ് ബി നോൺ ഫോർ യുവർ പ്രിൻസിപ്പിൾസ് എന്നാണ് പറയുക. ഇതാണ് പ്രോബ്ലം. നോബഡി വാണ്ട്സ് ടു ബി നോൺ ഫോർ ദെയർ പ്രിൻസിപ്പിൾസ്. ആർക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല. എല്ലാവർക്കും വേണ്ടത് യു ഗെറ്റ് ഇനഫ് മണി ഫോർ വാട്ട് യു ആർ ഡൂയിങ്. ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ പേരിൽ അറിയപ്പെടാൻ അധികം പേർക്കും താല്പര്യമില്ലാത്തതിന്റെ ലക്ഷണങ്ങളാണ് നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോബഡി ബോദേഴ്സ്. ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. അവർ പ്രയോറിറ്റി ഈസ് അവർ കാം മൈൻഡ്. വെൻ വി സേ ഖയോസ് ടു കാം, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് എനിക്ക് ശാന്തമായിട്ട് പ്രശ്നങ്ങളെ സമീപിക്കണം. ഇനി പ്രശ്നങ്ങളിലേക്ക് വരാം. വാട്ട് ഈസ് പ്രോബ്ലം? ആദ്യം തന്നെ ഞാൻ ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു മേക്ക് യു അവെയർ ഓഫ് എ പ്രോവർബ്.
വളരെ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചൊരു പ്രോവർബാണ്. വാട്ട് ഈസ് എ പ്രോവർബ്? Problems are not hindrances in your way. Problems are not hindrances in your way. രണ്ടാമത്തെ ലൈൻ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇതിന്റെ മലയാളത്തിൽ പറയാം. Problems are not hindrances in your way. Problems are the way. പ്രശ്നങ്ങൾ വഴി തടയാനല്ല വരുന്നത്, പ്രശ്നങ്ങളാണ് വഴി. ഇതാണ് മുന്നോട്ട് പോകാനുള്ള വഴി. വിത്തൗട്ട് പ്രോബ്ലംസ് യു ഹാവ് നോ ഐഡിയ ഹൂ യു ആർ. ഒരു സാഹചര്യം മുമ്പിൽ വരുമ്പോഴാണ് നമ്മളെ എല്ലാ റിസോഴ്സസും പുറത്തു വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. when you are faced with a problem. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ നമ്മുടെ കയോട്ടിക് മൈൻഡിനെ എപ്പോഴാണ് മൈൻഡ് കയോട്ടിക് ആവുന്നത്? when I can't handle my problems. എൻ്റെ ലൈഫ് എനിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് become chaotic. So this is എവിടെ തുടങ്ങണം? The first thing is look at your value system. മറ്റെല്ലാം മാറ്റിവെക്കുക. Anyone watching this program who wants a solution, who think അങ്ങനെ, അല്ലെങ്കിൽ see there are two ways. ഒന്ന്, എൻ്റെ മൈൻഡ് chaotic ആണ്, I need a solution. അല്ലെങ്കിൽ I am quite okay, but I know a lot of people who are chaotic. I want to help them. This is also good. So solution ഒന്നേ ഉള്ളൂ. Start with your value system. ശാന്തമായിട്ട് set aside other things. എനിക്ക് ഇത്ര പൈസ സമ്പാദിക്കണം, എനിക്ക് I want to make my name in the world, ഇതെല്ലാം വേണം. ബട്ട് മനസ്സ് chaotic ആണെങ്കിൽ it is happening only because you don't have a clear value system. That is number one. രണ്ടാമത്തെ കാര്യം, നമ്മൾ what makes us chaotic. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. Desires makes us chaotic. Desires makes us chaotic. What is desires? എനിക്കിത് അച്ചീവ് ചെയ്യണം, that is not a desire. You want to be productive. നമ്മൾ ഒരുപാട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം, that is not a desire. What is a desire? എൻ്റെ പേഴ്സണാലിറ്റിക്കോ മൂല്യബോധത്തിനോ ചേരാത്ത എൻ്റെ ആഗ്രഹങ്ങളെയാണ് ഡിസയേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, you need a BMW. You are obsessed with a BMW. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം BMW പോയിട്ട് നിങ്ങൾക്ക് ഓട്ടോറിക്ഷ പോലും you cannot access. So that is a desire. എനിക്കിപ്പോ വേണം, എനിക്കിത് കിട്ടണം. That's a desire. Make a plan for it, then that അതൊരു ഡിസയറിൽ നിന്ന് ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയാണ്. how to change things from a desire to the strategy. ഇതാണ് യൂത്ത്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് നോക്കൂ, ദിശ. ഇതാണ് ദിശ. ഈ വന്നുകൊണ്ടിരുന്ന ഡിസയേഴ്സിനെ നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഡിസയേഴ്സ് ഓക്കെ, നമുക്ക് ആഗ്രഹങ്ങൾ പാടില്ല എന്നൊന്നുമില്ല, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വെക്കണം, അതിലേക്ക് എത്തണം. ബട്ട് is it reasonable? അതിന്റെ വാല്യൂ സിസ്റ്റമായിട്ട് ചേരുന്നുണ്ടോ? ഈസ് ഇറ്റ് മൈ കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്? വിൽ ദിസ് മേക്ക് മീ ഹാപ്പി? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിന്റെ ആൻസർ നമുക്ക് കിട്ടണം. ലാക്ക് ഓഫ് അവയർനെസ്, അടുത്ത പ്രോബ്ലം. എന്താണ് ലോകത്ത് സംഭവിച്ചു? എന്താ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് എനിക്ക് പിഴവ് പറ്റുന്നത്? ഐ കാൺ ഫിഗർ ഔട്ട്. എനിക്ക് തിരിച്ചടികൾ വരുന്നുണ്ട്, ബട്ട് ഐ കാൺ ഫിഗർ ഔട്ട് വെർ ഇസ് മൈ പ്രോബ്ലം. എന്തുകൊണ്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തത്? വി ആർ നോട്ട് അവെയർ ഓഫ് സർട്ടൻ സ്പിരിച്വൽ ലോസ്. എല്ലാവർക്കും അറിയുന്ന ഒരു ലോസ് ഞാൻ പറയാം, ദ ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, ഇൻസിഡൻസും, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാം ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് മൈ തോട്ട് പ്രോസസ്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു പോയ കാര്യങ്ങളുടെ റിസൾട്ടാണ്. So I am responsible. So chaosൽ നിന്ന് കാംനെസ്സിലേക്ക് പോവാൻ you need to take responsibility of your emotions. ഇന്ന ആള്
ഇങ്ങനെ എന്നോട് പെരുമാറി. ദിസ് ഈസ് വൈ ഐ ആം കയോട്ടിക് നൗ. എനിക്കിപ്പോ എന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. യു സി ഹി ബിഹേവ്ഡ് ഇൻ സച്ച് എ വേ. അവരെന്നോട് ഈ രീതിയിൽ പെരുമാറി. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് മൈസെൽഫ്? എന്റെ വാല്യൂസിനെ കുറിച്ച് അവരെന്താ വിചാരിച്ചു? എന്നെ കുറിച്ച് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് മൈ കപ്പാസിറ്റി? വാട്ട് ഡു ദേ നോ അബൌട്ട് മൈ കപ്പാസിറ്റി? ഖയോസ് ആണ്. Who gave them permission to do this? അവർക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ ആര് പെർമിഷൻ കൊടുത്തു? Do I need to take approval at every step? ഓരോ സ്റ്റെപ്പിലും ചോദിച്ചിട്ട് എനിക്ക് ചെയ്യണോ? Can't I do things on my own? എനിക്ക് എൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ? Of course. So take responsibility for your emotions. അത് ഞാൻ എങ്ങനെ റെസ്പോൺസിബിലിറ്റി എടുക്കും? അയാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അയാൾ അങ്ങനെ പറഞ്ഞു. That is why I am chaotic now. അങ്ങനെയല്ല. അയാൾ അങ്ങനെ പറഞ്ഞു, ആരെന്ത് വേണമെങ്കിലും പറയും. ചിലവർ നിങ്ങളെ അമർത്തി വെക്കും, ചിലവർ നിങ്ങളെ മനഃപൂർവ്വം സൈഡ് ആക്കും. എവറിഥിങ് ഹാപ്പൻ ഇൻ ദിസ് വേൾഡ്. വൈ? നമ്മൾ അതിന്റെ റീസൺ പറഞ്ഞു, പീപ്പിൾ ഡോണ്ട് കെയർ അബൌട്ട് ദെയർ വാല്യൂ സിസ്റ്റം. ആൾക്കാർക്ക് അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റത്തിൽ പിടിച്ച് പോകണം എന്ന് നിർബന്ധമില്ല ഇന്നത്തെ കാലത്ത്. ബിക്കോസ് പ്രയോറിറ്റീസ് ഹാവ് ചേഞ്ച്ഡ്. Money making has become one of the biggest priority. It is okay, but money making with values. Youth എന്താണ് ചെയ്യേണ്ടത്? Money making with values. നമ്മുടെ റോൾ മോഡൽസ് നമുക്ക് അങ്ങനെയുള്ളവരെ ആക്കി മാറ്റണം. Those who have made money with their values. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. I think ഒരു ഫേമസ് ജീൻസ് ബ്രാൻഡ് ഉണ്ട്. ജീൻസ് നമ്മൾ ഇടുന്ന പാൻറ് ഉണ്ടല്ലോ, ജീൻസ്. എനിക്കിപ്പോ എന്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. വെരി ഫേമസ് ബ്രാൻഡ്. ഇപ്പോഴും അതുണ്ട്. 1930 എന്തോ 20 അതിന് വലിയൊരു തിരിച്ചടി വന്നു കമ്പനിക്ക്. റോ മെറ്റീരിയൽസ് കിട്ടാതെ വലിയ പ്രതിസന്ധി വന്നു. കമ്പനി പൂട്ടേണ്ടി വരും. വാട്ട് ടു ഡു? കമ്പനി മീറ്റിംഗ് കൂടി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാം. മറ്റ് ജീൻസ് കമ്പനികൾ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മറ്റ് പല ജീൻസ് കമ്പനികളും ദേ മെയ്ഡ് എ ഡിസിഷൻ. ശ്രദ്ധിച്ചു കേൾക്കണം. അവരെന്ത് ചെയ്തു? റോ മെറ്റീരിയൽസിൽ കള്ളത്തരം ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തു. യു ഗോട്ട് ഇറ്റ്? റോ മെറ്റീരിയൽസിൽ കള്ളത്തരം ചെയ്യാൻ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി റോ മെറ്റീരിയൽസിന് പകരം ലെറ്റ് us യൂസ് സം ഫേക്ക് തിങ്സ്. ജീൻസ് ഉണ്ടാക്കിയ പോരെ. യു സി. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ഓൾ ദോസ് കമ്പനീസ്? അവർ ആ സമയത്ത് പ്രതിസന്ധി അതിജീവിച്ചു, ടെമ്പററിലി. ഇൻ ദ ലോങ് റൺ ആ കമ്പനികളെല്ലാം പൂട്ടി. ബട്ട് ഈ കമ്പനി, ദിസ് പർട്ടിക്കുലർ കമ്പനി വി ആർ ടോക്കിംഗ് അബൌട്ട്, ഈ ജീൻസ് കമ്പനിയുടെ ഡയറക്ടർ പറഞ്ഞു, എനിക്കിപ്പോ ഐ എം നോട്ട് ഗെറ്റിംഗ് ദ നെയിം, ഇറ്റ്സ് വെരി ഫേമസ്. ആ ഡയറക്ടർ പറഞ്ഞു, നോ, വി വിൽ നോട്ട് യൂസ് ലോ ക്വാളിറ്റി മെറ്റീരിയൽ. നമ്മൾ ലോ ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യില്ല. നമ്മൾ പ്രൊഡക്ഷൻ കുറയ്ക്കും. യു ഗോട്ട് ഇറ്റ്? നമ്മൾ പ്രൊഡക്ഷൻ കുറയ്ക്കും. കുറച്ചുണ്ടാക്കിയാൽ മതി. പ്രൊഡക്ഷൻ കുറച്ചിട്ട് നമുക്ക് കുറെ എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടി വരാനോ. ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പക്ഷേ they took the decision. Now it is one of the, I think it is denim. I think it is a denim company. It's one of #1 brands now. Why it happened? Because പ്രതിസന്ധിയില് അവരുടെ ക്വാളിറ്റി കൈവിട്ടില്ല, അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ കൈവിട്ടില്ല. When you hold on to your value system, ഭാവിയിൽ ഉണ്ടാവുന്ന ഒരുപാട് ഖയോസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. വാല്യൂ സിസ്റ്റം is very important. ടെമ്പററി സെറ്റ്ബാക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഹ്യൂമൻ നേച്ചർ. ഒന്ന് എളുപ്പ വഴി നോക്കാം, ഒരു ഷോർട്ട് കട്ട് നോക്കാം. ഇപ്പൊ തൽക്കാലം നമുക്കൊന്ന് അഡ്ജസ്റ്റ്, ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ചെയ്യാം. ലോട്ട് ഓഫ് പീപ്പിൾ സക്കം ടു ദിസ് ടെംപ്റ്റേഷൻ. ഖയോസ് എവിടുന്ന വരുന്നത്? സക്കംബിങ് ടു ടെംപ്റ്റേഷൻസ്. പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് വാല്യൂ സിസ്റ്റം. ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്ട്രോങ് വാല്യൂ സിസ്റ്റം യു വിൽ. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. It is throwing a lot of temptations at you. നമുക്കത് എടുക്കാതിരിക്കണമെങ്കിൽ your value system should be very strong. Honesty. ആരോട് honesty? അവനവനോട്. I am answerable to myself. തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്ത്
No. I should look at the long term. Long term നോക്കുന്നവർക്ക് they can. ഞാനൊരു നല്ല ഒരു എക്സാമ്പിൾ പറയാം. Listen to this very carefully. It is called the marshmallow experiment. Marshmallow എന്ന് പറഞ്ഞാൽ it is an American dish which is very sweet. എല്ലാവരും പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ടു മേക്ക് മാർഷ്മാലോസ്. അത് ഉണ്ടാക്കി കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം. ഇറ്റ് ഈസ് എ കോമൺ ഡിഷ് ഇൻ അമേരിക്ക, ബട്ട് ഇറ്റ്സ് വെരി സ്വീറ്റ്. അപ്പൊ ഈ മാർഷ്മാലോ എക്സ്പെരിമെന്റിൽ അവർ കുറച്ച് സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചു. കുറച്ച് പ്രായവ്യത്യാസം, ഏകദേശം ഒരു 7-8 വയസ്സിന്റെയും 12 വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾ. എന്നിട്ട് അവരെല്ലാവരെയും കൂടി റൂമിലിരുത്തി. എന്നിട്ട് ദേ ഗേവ് സം ആക്ടിവിറ്റീസ്. ആദ്യം പറഞ്ഞു ഈ അരമണിക്കൂർ സമയം, അതിലൊരു ആക്ടിവിറ്റി ഇതായിരുന്നു, അരമണിക്കൂർ സമയം 2 മാർഷ്മാലോ മുമ്പിൽ വയ്ക്കും. അവരുടെ ടേബിൾ അവരെ മുമ്പിൽ വയ്ക്കും. ബട്ട് ദേ ഷുഡന്റ് ഈറ്റ് ദാറ്റ്. അരമണിക്കൂറിന്റെ ഉള്ളിൽ അത് കഴിച്ചില്ലെങ്കിൽ, കഴിക്കാൻ വേണമെങ്കിൽ യു ക്യാൻ, കഴിച്ചു കഴിഞ്ഞാൽ ദ ഗെയിം ഈസ് ഓവർ, യു ക്യാൻ ഗോ ഹോം. ആ 2 എണ്ണം അരമണിക്കൂറിൽ കഴിക്കാതിരുന്നാൽ യു വിൽ ഗെറ്റ് 2 more. 2 എണ്ണം കൂടി കിട്ടും. അത് വേണമെങ്കിൽ കഴിച്ച് 4 എണ്ണം കിട്ടി, 4 എണ്ണം കഴിച്ച് തിരിച്ചു പോവാം. ആ 4 എണ്ണം കഴിക്കാതിരുന്നാൽ അപ്പൊ ഇനി ഒരു അരമണിക്കൂറും കൂടി. ആദ്യം 2 എണ്ണം കിട്ടി, അത് കഴിക്കാതെ അരമണിക്കൂർ ഇരുന്നപ്പോ വീണ്ടും 2 എണ്ണം കിട്ടി. ആ 2 എണ്ണം കൂടെ കഴിക്കാതിരുന്നാൽ യു ഗെറ്റ് 4 more. ദിസ് വാസ് ദ കൈൻഡ് ഓഫ് ദി എക്സ്പെരിമെന്റ്. 2 മണിക്കൂർ സമയം. മാർഷ്മാലോ ഇസ് എ ടേസ്റ്റി ഡിഷ്. അത് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, ചെറിയ ചെറിയ കുട്ടികളെ വായിൽ വെള്ളം വരിക. എന്നിട്ട് അവർ നോക്കി ആരാണ് ടെംപ്റ്റേഷൻ അതിജീവിക്കുന്നത്. അപ്പൊ അവരോട് പറഞ്ഞത് ദേ ആർ ബീങ് വാച്ച്ഡ്. അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്യാമറകൾ ഉണ്ട് എന്ന് അവർക്ക് അറിയില്ല. അവരോട് പറഞ്ഞില്ല ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യും, കഴിക്കാതിരിക്കുന്നവർക്ക് മാർക്ക് കിട്ടും എന്നൊന്നും പറഞ്ഞിട്ടില്ല. യു ക്യാൻ ഈറ്റ് ഇഫ് യു വാണ്ട്. ആ കഴിക്കാതെ ഇരിക്കുന്നവർക്ക് കൂടുതൽ കിട്ടും. കുറച്ച് കുട്ടികളൊക്കെ, കുറച്ചല്ല കൂടുതൽ പേരും അരമണിക്കൂർ തന്നെ അത് കഴിച്ച് അവർ എണീറ്റ് പോയി. കുറച്ച് പേര് അടുത്ത അരമണിക്കൂർ കൂടെ, അവർക്ക് 4 എണ്ണം കിട്ടി. 4 എണ്ണം കിട്ടിയപ്പോൾ അവർ ഉടനെ കഴിച്ചു. പിന്നെ അവർ പോയി. അടുത്ത 4 എണ്ണം വളരെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ അതിന്. ബിക്കോസ് ഇറ്റ് ഈസ് എ ടെംപ്റ്റേഷൻ. വേഗം ഇത്ര നേരം 4 മാർഷ്മാലോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര നേരം ഇരിക്കും? യു സി. അപ്പോ അവര് വേഗം കഴിച്ചു. കുറച്ച് പേര് ലാസ്റ്റ് 2 മണിക്കൂർ വരെ ഇരുന്ന് ആ 4 or 8 മാർഷ്മാലോ അവസാനം അതെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ പോയൊരു വളരെ ചുരുക്കം പേരായിരുന്നു. ബട്ട് ദ എക്സ്പെരിമെന്റ് ഡിഡ്ന്റ് എൻഡ് ദേർ. എക്സ്പെരിമെന്റ് അവിടെ അവസാനിച്ചിട്ടില്ല. They watched these students for quite some years. കുറച്ചു കാലം, 15-20 വർഷത്തോളം they were under observation. ഇങ്ങനെയാണ് വലിയ വലിയ എക്സ്പെരിമെന്റ്സ് നടക്കുന്നത്. യൂണിവേഴ്സിറ്റികളാണ് ഇത് ഏറ്റെടുത്ത് നടക്കുന്നത്. സോ ദേ ആർ അണ്ടർ കോൺസ്റ്റന്റ് ഒബ്സർവേഷൻ. ഇവരുടെ ലൈഫ് അവർ വാച്ച് ചെയ്തു. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദെയർ ലൈഫ്. അവർ നോക്കിയപ്പോൾ they found something very interesting. ഈ ആദ്യത്തെ അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ 2 മാർഷ്മാലോ കഴിച്ച് എനിക്ക് അരമണിക്കൂർ ഒന്നും ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കഴിച്ച് എണീറ്റ് പോയവര്, they were struggling in their life. They were struggling in their life. അവര് ജീവിതത്തിന്റെ, നമ്മൾ പറയില്ല, 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. They are not doing well. മറ്റ് അടുത്ത ഗ്രൂപ്പിലുള്ളവര് ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തു. They were comparatively okay. കുഴപ്പമില്ലാതെ ജീവിച്ചു പോകും. ഇനി അടുത്ത അരമണിക്കൂറും കൂടി ഇരുന്ന് 6 എണ്ണം കൊണ്ടുപോയവര്, they were doing good. They were doing good. And surprisingly, അവസാനം ഈ എക്സ്പെരിമെന്റിന്റെ അവസാനം 30-35 kids or something. അതിന്റെ അവസാനം അവശേഷിച്ച 2-3 പേര് 2 മണിക്കൂർ ഇരുന്ന് 8 എടുത്തുകൊണ്ട് പോയവര്, they were shining their brightness. They were spreading their brightness to the world. അവര് they were big entrepreneurs. വലിയ തൊഴിൽദാതാക്കളായിട്ട് വലിയ വലിയ മേഖലകളില് അവരുടെ ഇത് തെളിയിച്ചുകൊണ്ട് they were doing excellent in life. Excellency. യൂത്തിന് ഏറ്റവും ചേർത്ത് വെക്കേണ്ട വാക്കാണ് എക്സലൻസി. ബി എക്സലന്റ് ഇൻ യുവർ ഫീൽഡ്. ബി ആൻ എക്സ്പെർട്ട്.
ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നാഷണൽ എക്സ്പെർട്ട് ആവാൻ ഇറ്റ് ഈസ് സെഡ് ഇറ്റ് ടേക്സ് 4 years. ഇറ്റ് ഈസ് ബീങ് കാൽക്കുലേറ്റഡ്. ഇറ്റ് ഹാസ് ബീൻ കാൽക്കുലേറ്റഡ്. നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ സമയം കൊടുത്ത് ഒരു കാര്യത്തിന് പിന്തുടരുകയാണെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, മ്യൂസിക് ആവാം, ഡാൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, വാട്ട് എവർ യു ലൈക്ക്, ഇറ്റ് ടേക്സ് 4 years ഓഫ് കോൺസ്റ്റന്റ് പ്രാക്ടീസ് ടു ബിക്കം an expert in any field, a national expert. ഇതൊരു ആവറേജ് കാൽക്കുലേഷൻ ആണ്, but it has been calculated. And how many years does it take to become an international expert? നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ, ബട്ട് യു ഷുഡ് പുട്ട് ഇൻ ദ നെസസറി എമൗണ്ട് ഓഫ് ടൈം. വെറുതെ ഇരുന്നിട്ട് അതാവില്ല. 2 മണിക്കൂർ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ചിലപ്പോൾ അതാവില്ല, ബട്ട് യു ഷുഡ് ഗീവ് ഫുൾ ടൈം. It is said it will take 7 years. Excellence in their field. This is achievable. അവനവന്റെ ഫീൽഡിൽ എക്സലൻസ് ഓരോ യൂത്തിനും പോസിബിൾ ആണ്. So what is the takeaway from the experiment? Let us come back to the experiment. ഈ മാർഷ്മാലോ എക്സ്പെരിമെന്റിൽ നിന്ന് എന്താണ് നമ്മൾ പഠിച്ചത്? പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് റിസൾട്ട് എടുക്കാൻ താല്പര്യമുള്ളവര്, they will win the game ultimately. അവര് ജീവിതത്തില് they will fare well. But it takes time, takes patience. It is called delaying the gratification. ചിലരൊക്കെ ടേം കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് വെരി കോമൺ. ഡിലേയിങ് ഗ്രാറ്റിഫിക്കേഷൻ. കാരണം നമ്മളൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന്റെ നേരെ നീങ്ങുമ്പോൾ യൂത്തിന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? ദേ വാണ്ട് ഗ്രാറ്റിഫിക്കേഷൻ ഓൺ ദ വേ. ഞാൻ ഒരു വർഷമൊക്കെ പ്രയത്നിച്ചു. ഐ എം നോട്ട് ഗെറ്റിംഗ് എനി റിവാർഡ്. ഗോഡ് പ്ലീസ് ഗീവ് മീ സം റിവാർഡ്. പേഷ്യൻസ് ഇല്ല. ആരോ ഈശ്വരനോട് പ്രാർത്ഥിക്കായിരുന്നു അത്ര. ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. God grant me patience, but please hurry up. I don't know whether you are getting the pun, getting the humor of this. God grant me patience, but please hurry up. ക്ഷമ തരുന്നത് വരെ ക്ഷമിക്കാനുള്ള സമയം എനിക്കില്ല. ക്ഷമ തരൂ, ഒന്ന് വേഗം തരൂ. എനിക്ക് കുറച്ച് ക്ഷമ വേണം, പക്ഷെ ഒന്ന് വേഗം വേണം. It will not happen that way. Chaos, മനസ്സ് പ്രക്ഷുബ്ധമാവുന്നതിന്റെ one of the biggest reason you are not ready to wait till you find the result. കർമ്മം ചെയ്തുകൊണ്ട് റിസൾട്ട് വരുന്നത് വരെ വളരെയധികം ജീവിതത്തിലെ ഫെയിലുവർ ആയി പോയ ആൾക്കാരുടെ ജീവിതം പരിശോധിച്ചപ്പോൾ it has been found out they quit just before they were about to win. One more step, ഒരു സ്റ്റെപ്പ് കൂടി എടുത്താണെങ്കിൽ അവർ അത് അച്ചീവ് ചെയ്തേനെ. അതിനു മുമ്പ് മനസ്സ് മടുത്തു. This is not my thing. And I cannot do this. I cannot continue. I cannot handle this. I cannot handle myself. I cannot handle my emotions. I cannot handle my relationships. I want to talk about relationships today. Handling relationships. ഇപ്പൊ യൂത്തിന് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയില്ല. ബട്ട് ഓൾ ഓവർ ഇന്ത്യ ഐ എം സീയിങ് ദിസ്. ഇഫ് അതിന്റെ പ്രായം കുറഞ്ഞു വരാണ് കേട്ടോ. ഇപ്പോ 8th സ്റ്റാൻഡേർഡ് ഒക്കെ നോർമൽ ആണ്. യു നീഡ് എ റിലേഷൻഷിപ്പ്. Can you believe this? Can you believe this? You need someone. You need a partner. കേരളത്തില് കുറച്ചും കൂടി ഭേദമാണെന്ന് തോന്നുന്നു എനിക്ക്. You need a partner to share your life with. ഏത് ക്ലാസ്സിലും നിങ്ങൾ 8ാം ക്ലാസ്സിലാണ്, നിങ്ങൾ 9ാം ക്ലാസ്സിലാണ്. മറ്റു സ്ഥലത്തൊക്കെ പ്രായം വീണ്ടും കുറഞ്ഞവരാണ് കേട്ടോ. This is quite interesting. And I'm not saying this is bad. വേണമെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി ഉണ്ടായിരിക്കും. There is a certain level of maturity and capacity which you need to handle relationships. Relationship എന്താണ് വേണ്ടത്? Let me tell you one thing. This is very important. I want all the youth to listen to this. പലരുടെയും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യൂത്ത്, പലരുടെയും മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഓൾറെഡി there can be a relationship. Many might be thinking about a relationship. ചിലവർ വിവാഹ ജീവിതത്തിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റെന്ത്, whatever it is. Can you handle this? അത് എങ്ങനെ, എവിടെ നോക്കി അറിയാം?
Are you handling the relationships you already have? നിങ്ങൾക്ക് ഇപ്പോഴുള്ള relationships നിങ്ങൾ നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? What is the opinion of your parents about you? What is the opinion of your brother and sister about you? What is the opinion of your dear and near about you? How are you handling these relationships? That is one. എല്ലാവരും എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. This is a good person. He makes me comfortable. She makes me comfortable. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ relatives, they become happy. അതോ happy ആവുന്നില്ലേ? What is happening? So there is a way. എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റും. എന്റേതായ രീതിയിൽ പറ്റും. യെസ്, ഹാപ്പി ആക്കാൻ പറ്റും. അതിനുവേണ്ടി എനിക്ക് ഓവർബോർഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. I need to keep my value system intact. എനിക്ക് പറ്റാവുന്നത് പറ്റും, പറ്റാത്തത് പറ്റില്ല. That's enough. People will be satisfied. Value system അറിയണ ആൾക്കാർക്ക്. Don't be vague with your value system. നിങ്ങൾ ഇന്ന മനുഷ്യനാണ്, ഇന്ന ആളാണ്. This is your value system. I like this, I don't like this. ഇത്രയെങ്കിലും മറ്റുള്ളവർക്ക് അറിയണം. നിങ്ങൾക്ക് അത് അറിയില്ല. എനിക്ക് ഇത് നല്ലൊരു തമാശയുള്ള കാര്യമാണ് കേട്ടോ. ഒരു ആള് വീട്ടില് ഉച്ചയ്ക്ക് ആള് പറഞ്ഞു ഭാര്യയോട്, രാത്രി എനിക്ക് ഫുഡ് വേണ്ട കേട്ടോ, ഞാൻ രാത്രി ഒന്നും കഴിക്കില്ല, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പോ വൈഫ് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ നോർമലി. എന്നിട്ടും വൈഫ് 5, 5:30, 6 മണിയായപ്പോ ഷീ ഈസ് ഗോയിങ് ടു പ്രിപ്പയർ ചപ്പാത്തീസ് ആൻഡ് ഓൾ. ആര് ചപ്പാത്തി ഉണ്ടാകാൻ പോകണം? ആർക്ക് വേണ്ടിയിട്ട്? ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. ആള് പറഞ്ഞില്ലേ ഉച്ചയ്ക്ക്, പറഞ്ഞല്ലോ ആള് വൈകിട്ട് കഴിക്കില്ല എന്ന്. അയാൾ അങ്ങനെയൊക്കെ പറയാതെ കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്നോട് ദേഷ്യപ്പെടും. ദിസ് ഈസ് എ വേഗ് കൈൻഡ് ഓഫ് വാല്യൂ സിസ്റ്റം. എന്റെ വൈഫിന് നന്നായിട്ട് അറിയാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യില്ല. ഞാൻ പറയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും, പക്ഷെ ഞാനത് ചെയ്യില്ല. ദിസ് ഇസ് മൈ കോമൺ, ദിസ് ഇസ് മീ. ഇതാണ് എന്നെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കിയത്. ദിസ് ഇസ് നോട്ട് എ, ഈ വാല്യൂ സിസ്റ്റം നമ്മൾ വിചാരിക്കുന്നത് ഫാമിലിയിൽ വി ഡോണ്ട് നീഡ് ദിസ്. നമ്മുടെ അച്ഛനും അമ്മയല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ, അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചാലും നോ. വെൻ യു ഗോ ടു എ ഡിഫറെന്റ് റിലേഷൻഷിപ്പ്, ദിസ് ബിക്കം എ പ്രോബ്ലം. ഞങ്ങളുടെ അച്ഛനും അമ്മയും കുഴപ്പമില്ലായിരിക്കും, but your spouse, your partner may not appreciate this sometimes. We should understand this. Ipo delicate ആയിക്കൊണ്ടിരിക്കുകയാണ് relationships. We need to understand this. ഞാനിത് പറയുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് ടു the spiritual youth. now ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ BK കമ്മ്യൂണിറ്റിയിലുള്ളവരല്ല ഞാനിത് പറയുന്നത്. The general youth who are out there, who are listening to this, who want to be in a relationship, who want to live that kind of life, അവരോട് ഞാൻ പറയാണ്, ചെക്ക് യുവർ കപ്പാസിറ്റി. ബിക്കോസ് ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളിൽ അധികം this is it. 99% of phone calls is about relationships. നമുക്ക് കപ്പാസിറ്റി ഇല്ല. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് കപ്പാസിറ്റി. ഇത് കപ്പാസിറ്റിയുടെ മാത്രം കാര്യമല്ല, അവയർനെസിന്റെ കുറവാണ്. വാട്ട് വർക്ക്സ് ഇൻ എ റിലേഷൻഷിപ്പ്? എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാം? There is only one formula. Listen, this is very important. Open your eyes. Relationship is not a give and take affair. Relationship is not a give and take affair. ഞാനും കുറച്ച് ചെയ്യും, നീയും കുറച്ച് ചെയ്യ. This is our normal mode when we go to a relationship. Normally youth ഇതാണ് ചെയ്യും. ഞാൻ ഇത്രയൊക്കെ ചെയ്യില്ല, നീയും ഇതൊക്കെ ചെയ്യും. This is what I expect from you. നോർമൽ ആണല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്യേണ്ടത്, നീയും ഇതൊക്കെ ചെയ്യണ്ടേ? നോ, ഡോണ്ട് എക്സ്പെക്ട്. ഞാൻ എല്ലാം ചെയ്യാം. ഇത് ചെയ്തില്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. Can you do this? Because a relationship is all about give and give. It is not about give and take. It is not about take and take. It is not about take and give. നീ ആദ്യം ചെയ്യുന്ന ഞാൻ ചെയ്യാം. No, it is about give and give. What is your capacity of giving? What is giving? I will do my thing. You are my partner. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെയ്യൂ. It is good. I will inspire you to do that. But if you don't do it, it's not a problem. I can understand you. നിങ്ങളത് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.
because I'm not emotionally dependent on you. അപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നുണ്ട്. നോർമലി I won't say 99.99%, 100% of all relationships പ്രശ്നം ഇവിടെയാണ് വരുന്നത്. എനിക്ക് അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. I expect an emotional support. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ദിസ് എ വെരി പ്രാക്ടിക്കൽ തിങ്. ഞാൻ ആൾക്കാർ ആരാണെന്ന് പറയുന്നില്ല, അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ്, രണ്ടാളും ചെറിയ പ്രായം കുറഞ്ഞവരാണ്, ഒരേ പ്രായമാണ്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ അതർ തിങ്സ്. ഒരേ പ്രായമാണ് രണ്ടാളും വർക്കിംഗ് ആണ്. രണ്ടാളും വളരെ പ്രായം, 25 or 26. അപ്പൊ ഒരാള് ഹസ്ബൻഡ് ഈ പെൺകുട്ടിയോട് പറയും, എന്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇരിക്കാൻ. അപ്പൊ പെൺകുട്ടിക്ക് എന്താ വെച്ചാൽ ഈ ഹസ്ബൻഡിന്റെ അമ്മ കുറച്ച് ഈ പെൺകുട്ടി ഇത്തിരി ഇത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും, എന്ന് വെച്ചാൽ പണി ചെയ്യിപ്പിക്കും, ഡിമാൻഡ് ചെയ്യും. ഷീസ് വെരി ഡിമാൻഡിങ്. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ശരി, പക്ഷെ അറിയാലോ നോക്ക്, എനിക്ക് ഇപ്പൊ കുറച്ച് ഫിസിക്കലി ഷിവാസിയിൽ, അതുകൊണ്ട് വേറൊരാള് വേണം, പക്ഷെ വേറൊരാളെ കിട്ടിയില്ല. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഈസ് നോട്ട് എ ബാഡ് ഗൈ, അതുകൊണ്ട് ഞാൻ ചെയ്യാമല്ലോ, ഞാൻ ഉണ്ടല്ലോ, ഞാനെല്ലാം ചെയ്തു തരാം, വെള്ളം കൊണ്ടുവന്ന് വെക്കുക, ഭാരമുള്ള സാധനങ്ങൾ വെച്ച് ഞാനെല്ലാം ചെയ്തു തരാം. ഓക്കെ, ദിസ് വാസ് ദ ഡീൽ. അവർ വന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ കുട്ടിക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് കുറച്ച് മുഷിഞ്ഞു. അപ്പോ ഹസ്ബൻഡ് സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞു പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. ഫോൺ ചെയ്തിട്ട് അയാൾ പറഞ്ഞു, എന്നാലും നീ എൻ്റെ അമ്മക്ക് എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു, എന്നാലും നീ എൻ്റെ അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു. ആൻഡ് ദിസ് ഡിസ്റപ്റ്റഡ് ദ ഹോൾ തിങ്. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, അപ്പൊ കാണിച്ചതൊക്കെ ഫേക്ക് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യാണ്, എന്റെ കാര്യം, എനിക്ക് ഫിസിക്കലി വീക്കാണ്, അപ്പൊ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവിടെ പോയിട്ട് പറയാണ്, യു ഷുഡ് ഹാവ് ഡൺ ദാറ്റ്, എനിക്ക് ചെയ്യേണ്ടി വന്നു, നീ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നു. വാട്ട് ഈസ് ദിസ്? എന്നെ മനസ്സിലാക്കി, എന്റെ ഫിസിക്കൽ ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? വാട്ട് ഈസ് ദിസ്? See, it is an issue. Of course, it is an issue. And she was telling me, she's a very close relation. അപ്പോൾ പറയും, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഐ കനോട്ട്. എൻ്റെ അമ്മ വരുമ്പോ, ഷീസ് സെയിങ്, എൻ്റെ അമ്മ വരുമ്പോ ഇദ്ദേഹം അത്ര കെയർ ഒന്നും കൊടുക്കാറില്ലല്ലോ, അദ്ദേഹത്തിന്റെ അമ്മ ഞാൻ കെയർ ചെയ്യണം, എൻ്റെ അമ്മ വന്നാൽ കെയർ ചെയ്യുന്നുണ്ട്. സോ ഐ എക്സ്പെക്ട് ദിസ് ഫ്രം യു. ഇഫ് യു എക്സ്പെക്ട് ദിസ്, അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ യുവർ റിലേഷൻഷിപ്പ് വിൽ ബി chaos, complete chaos. It took me 2 hours because ഒരു ക്ലോസ് റിലേഷൻ ആയിരുന്നു. ഐ ഹാഡ് ടു, ബിക്കോസ് 2 കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്, ആസ് എ കൗൺസിലർ ആൻഡ് ആസ് എ ബിഗ് ബ്രദർ. സോ ഐ ഹാഡ് ടു സോൾവ് ദിസ് പ്രോബ്ലം. ആൻഡ് ഇറ്റ് took me 2 hours of talk with her to change her mind. ഒറ്റ കാര്യം, the focus was just one thing. Relationship is not about taking. If you want to continue, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ പ്ലസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റണം. അതർവൈസ് ഇറ്റ് ഈസ് ഓവർ, ബ്രേക്കപ്സ് ആൻഡ് ഇമോഷണൽ ഡിസ്റപ്ഷൻസ്. ആൻഡ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ താഴ്ന്നു പോവാണ്. യു സി, ഇറ്റ് ഹാപ്പൻസ് ടു ഫിലിം സ്റ്റാർസ്, ഇറ്റ് ഹാപ്പൻസ് ടു ബിഗ് പീപ്പിൾ, ഇറ്റ് ഹാപ്പൻസ് ടു പീപ്പിൾ, സെലിബ്രിറ്റീസ്. നമുക്കത് സംഭവിക്കാൻ പാടില്ല. യൂത്ത് ഇന്ന് ദിശ വേണമെങ്കിൽ, ഇഫ് യു വാണ്ട് ഡയറക്ഷൻ ഇൻ ലൈഫ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് മീ ഹു ഷുഡ് ചേഞ്ച്. വാല്യൂ സിസ്റ്റം ചിലപ്പോൾ എൻ്റെ പാർട്ട്ണർ ആയിരിക്കാൻ തെറ്റിച്ചത്, നെവർ മൈൻഡ്. യു ഡോണ്ട് ഹാവ് എ മെക്കാനിസം ടു ചേഞ്ച് യുവർ പാർട്ട്ണർ. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ശരിയാക്കൂ. ദിസ് ഇസ് നോട്ട് റൈറ്റ്. നോ, വി കനോട്ട് സേ ദാറ്റ്. You can say that, but at the cost of your relationship. Chaos എവിടെയാണ് ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം. സോ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് ലോങ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതായിരുന്നു, because this is one of the main root reason for chaos right now. I cannot handle my relationship because I cannot handle myself.
എൻ്റെ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഞാൻ മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. മൈ പാർട്ട്ണർ, മൈ സ്പൗസ്, മൈ ഫിയാൻസെ, മൈ ദിസ്, മൈ ദാറ്റ്, വാട്ട് എവർ, മൈ ഫ്രണ്ട്. നോ, യുവർ ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി, യുവർ ഇമോഷണൽ ബാലൻസ്, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവർ നമ്മൾ പറഞ്ഞു വെച്ച കോൺട്രാക്റ്റിലുള്ള വാല്യൂസ് തെറ്റിച്ചാലോ, ഇറ്റ്സ് ഓക്കെ, എക്സ്പെക്ട് ദാറ്റ് ടു ഹാപ്പൻ. അങ്ങനെ സംഭവിക്കാം. വി ആർ എറിങ് ഹ്യൂമൻ ബീയിങ്സ്. കുറച്ചു നേരം. ആൻഡ് വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ 2 hour ടോക്ക്? 2 മണിക്കൂർ ഞാൻ സംസാരിച്ചതിന്റെ റിസൾട്ട്, ഐ വാസ് വെരി ഹാപ്പി. After 1 week, she called me back and said, now things are okay. How did things get okay? Because അദ്ദേഹം സ്വയം റിയലൈസ് ചെയ്ത് ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിന്റെ അടുത്ത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. And അതിനുവേണ്ടി വാട്ട് ഷീ ഡിഡ്, ഷീ ആ സംഭവത്തിന് ശേഷം ഇനി ഞാൻ ആളോട് ഫോൺ വിളിച്ച് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പെൺകുട്ടി ഞാൻ 2 മണിക്കൂർ പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതുകൊണ്ട്, ഷീ ടുക്ക് ദ ഫോൺ, അദ്ദേഹത്തിനോട് സംസാരിച്ചു. പ്രോബ്ലം സോൾവ് ആയിട്ടില്ല, പക്ഷെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ കൂടെ എന്താ നടക്കുന്ന, ഭക്ഷണം കഴിച്ചു, കാര്യങ്ങളെല്ലാം ചെയ്തു. ദിസ് മെയ്ഡ് ഹിം റിയലൈസ്, യു സീ, പേഷ്യൻസ്. This is how you handle relationships. ശരി, ഒരു തെറ്റായ കാര്യം ചെയ്തു എൻ്റെ സ്പൗസ്, ഡോണ്ട് റിയാക്ട് സഡൻലി. അതിന്റെ എല്ലാ വശം, ഗിവ് ഹിം സം ടൈം, ഗിവ് ഹിം 1 week, ഗിവ് ഹിം 2 week. ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ ഇത്ര എളുപ്പത്തിലുള്ള സൊല്യൂഷൻ ഒന്നും കിട്ടില്ല. There is deep karmic accounts between 2 people. That is a different game. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആസ് എ യൂത്ത് നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Then I am the winner. അത് മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നോ, യു നീഡ് ടു ഹാൻഡിൽ ഇറ്റ്. മറ്റുള്ളവർ പലതും കാണിക്കും, പലതും പറയും, അവരുടെ ജേർണി ഡിഫറെന്റ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൈ വൈഫ്, മൈ ഹസ്ബൻഡ്, മൈ സ്പൗസ്, മൈ ഫിയാൻസെ, ഹൂഎവർ, their journey is different. അത് മനസ്സിലാക്കിയിട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ യു നീഡ് ടു ബി എ കൗൺസിലർ. നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നന്നായി നടത്തിക്കൊണ്ട് യു ഷുഡ് ബി യുവർ പേഴ്സണൽ കൗൺസിലർ. അതർവൈസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. കാരണം ഇന്ന് ആൾക്കാരുടെ ഇമോഷണൽ ലെവൽ ഇറ്റ്സ് വെരി സെൻസിറ്റീവ്. ഒരു സെക്കൻഡ് അത് ഡിസ്റപ്റ്റ് ആവാം. യു ഷുഡ് നോ ദാറ്റ് ദിസ് വിൽ ഹാപ്പൻ. അത് സംഭവിക്കുമ്പോൾ എനിക്ക് ഇത് ശരിയാവില്ല. നോ, ഗിവ് ടൈം ടു യുവർ സെൽഫ്. chaotic thoughts വരുമ്പോൾ you sit somewhere. No, there is something. ശരിയാവും. പതുക്കെ take step by step. Don't take a rash decision. ഇത് ശരിയാവില്ല. No. I haven't explored all solution. ഞാൻ എല്ലാ സൊല്യൂഷനും ഇതുവരെ നോക്കിയിട്ടേ ഇല്ല. കാരണം ഒരു മദർ തെരേസയുടെ ഒരു ചൊല്ലുണ്ടല്ലോ, when one door closes, 1,000 other doors open. ഒരു വാതിൽ അടയും, അനേക വാതിലുകൾ തുറക്കുന്നുണ്ട്. ബട്ട് വി നെവർ സീ ദ ഓപ്പൺ ഡോർസ്. നമ്മൾ ആ അടഞ്ഞ വാതിലിൽ നമ്മൾ ആകെ കയോട്ടിക്കായി, പ്രക്ഷുബ്ധമായ മനസ്സായി. വാട്ട് ഈസ് ഹാപ്പനിങ്? പ്രക്ഷുബ്ധമായ മനസ്സിന് ഒരു തുറന്ന വാതിലും കാണാൻ പറ്റില്ല. പിന്നെ കുറെ സമയം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ശാന്തമായപ്പോ, ഓ, ദർ ഈസ് അനദർ ഡോർ, ദിസ് ഇസ് അനദർ ഡോർ. അതിപ്പോ തുറന്നതല്ല സുഹൃത്തെ, ഇറ്റ് വാസ് ഓപ്പൺ when the first door was closed. അത് അടഞ്ഞ സമയത്ത് തന്നെ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. ബട്ട് മൈ കയോട്ടിക് മൈൻഡ് cannot find that. There are solutions. ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, if there is something in your mind which is eating you up, which is disturbing you, ഇതൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ, ഞാൻ എങ്ങനെ there are solutions opened up. Be calm. ശരി, ഇനി എങ്ങനെ കാമാവും? ചില സെന്റൻസസ് ഓർമ്മിക്കണം. ഞാൻ 1-2 നോട്ട് ചെയ്തിട്ടുണ്ട്. Whatever I deserve will come to me at the right time. എനിക്ക് അർഹതയുള്ളത് എൻ്റെ വൈബ്രേഷൻ ലെവലിനെ മാച്ച് ആവുന്നതെല്ലാം എൻ്റെ അടുത്തേക്ക് വരും. You should give time. അവരത് എൻ്റെ അടുത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോയി, അവരത് എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു മാറ്റി, അങ്ങനെ നോ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. All we need to do is raise your vibrational level, raise your standards, update your value system.
നിങ്ങളുടെ ലെവലിനെ ഉയർത്തുക, നിങ്ങളുടെ യോഗ്യതകളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഫോക്കസ് ഓൺ ദാറ്റ്, ഓൺലി ഓൺ ദാറ്റ്. എനിക്ക് എന്ത് കിട്ടണം? സി, പോയിട്ട് ഉരുളക്കിഴങ്ങ് നട്ടു, ചെടി നട്ടു, എന്നിട്ട് പിറ്റേ ദിവസം, ഇത് ഒരു കുരങ്ങിന്റെ കഥയാണ്. കുരങ്ങൻ ഉരുളക്കിഴങ്ങ് കൃഷി നടത്തിയ എന്നാണ് പറയുന്നത്. അപ്പോ പാടത്ത് എല്ലാം കൊണ്ടുപോയി നട്ടു. എന്നിട്ട് ഒരാഴ്ചയായി നോക്കി, കുരങ്ങിന് വെയിറ്റ് ചെയ്യാൻ വയ്യ. കുരങ്ങൻ പോയി എല്ലാം നോക്കി, ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ടോ, എല്ലാം പൊക്കി നോക്കി, വന്നിട്ടില്ല. വീണ്ടും വെച്ചു. വീണ്ടും 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടാവോ, വീണ്ടും പൊക്കി നോക്കി, വന്നിട്ടില്ല. വീണ്ടും കഴിച്ചു. 3-4 മാസമാകുമ്പോൾ വരേണ്ട ഉരുളക്കിഴങ്ങ് ഒരു കൊല്ലമായിട്ടും വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? You didn't wait enough. വിത്ത് നടുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. വിത്ത് നടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് പഴങ്ങൾ കഴിക്കാനാണ്. We are looking for fruits to eat while we forget to plant the seed. നമ്മൾ ഓരോ ദിവസം എത്ര വിത്തുകൾ നടുന്നുണ്ട്. അത് ഓരോ ദിവസം ഫ്രൂട്ട് എന്താ കിട്ടാന്നാണോ നോക്കുന്നത്? നിങ്ങൾ യു ഫസ്റ്റ് പ്ലാന്റ്. വിത്ത് ആദ്യം അവിടെ ഇടൂ, പിന്നെ അതിന്റെ ഡു ദ നെസസറി പ്രോസസ്. വരുമെന്ന് ഉറപ്പാണ്. There is a process. Give time for the process. ആ പ്രോസസ്സിന്റെ മുമ്പ് എനിക്ക് റിസൾട്ട് കിട്ടിയോ നോക്കി, you are never going to get the result. അപ്പൊ ലൈഫിൽ പിന്നെ ഇറ്റ് ഇസ് chaotic always. So whatever you deserve, എപ്പോഴും ഇത് നമ്മൾ എഴുതി ഒട്ടിച്ചു വെക്കണം ശരിക്കും. ബ്രഹ്മകുമാരീസിലെ പല ഭാഗത്തും I have found this slogan pasted. നിങ്ങൾ അർഹിക്കാത്തത് നിങ്ങൾക്ക് തരാൻ ഈശ്വരന് പോലും പറ്റില്ല. എന്നാൽ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് മാറ്റാൻ ഈശ്വരൻ വിചാരിച്ചാൽ പോലും കഴിയില്ല. അപ്പൊ നമ്മൾ അർഹിക്കുന്നത് what do you deserve? അത് നിങ്ങളുടെ ഡിസിഷനാണ്. ഞാൻ എന്ത് ഡിസർവ് ചെയ്യുന്നു? ഞാനൊരു മീഗർ നോർമൽ, എനിക്കൊരു നല്ല ജോബ് വേണം, ദാറ്റ്സ് ഓൾ. ഓക്കെ, ദാറ്റ് ഈസ് യുവർ സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് യുവർ വാല്യൂ സിസ്റ്റം, ദാറ്റ് ഈസ് ദ വാല്യൂ യു ആർ ഗിവിംഗ് ടു യുവർ സെൽഫ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കണം. ദാറ്റ്സ് ഓക്കെ. ദിസ് ഈസ് യുവർ ഡിസിഷൻ. രണ്ടാമത്തെ കാര്യം, the right judgment of my life situation. മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് അല്ല. മറ്റുള്ളവരുടെ ഈ ജഡ്ജ്മെന്റ് ഈസ് വെരി ഗുഡ്. ജഡ്ജ്മെന്റ് നല്ലൊരു വാല്യൂ ആണ്. പക്ഷെ അവനവന്റെ മേൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം. അത് നന്നായിട്ട് നോക്കണം. ലൈഫിൽ കയോസ് ഉണ്ടാവാനുള്ള വൺ ഓഫ് ദ മെയിൻ റൂൾസ് ആണ് I judge people and I decide. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ ആൾക്കാരെ ജഡ്ജ് ചെയ്യും, എന്നിട്ട് ഞാൻ തീരുമാനിക്കും ഈ ആൾ ബഹുമാനത്തിന് അർഹനല്ല, ഞാൻ അയാൾക്ക് ബഹുമാനം കൊടുക്കില്ല, ഞാൻ അയാളെ മാറ്റി നിർത്താം. I will ignore this person because he doesn't have the necessary quality. ഇവിടെ this is my ego speaking. ശരിയായിരിക്കാം ചിലപ്പോൾ, but that is none of my business. എനിക്ക് ലൈഫിൽ മുന്നേറണമെങ്കിൽ there is only one way. I think I said this in the last, I don't remember. It is so important, I'm going to repeat that. Andrew Carnegie, one of the biggest trillionaires, first trillionaire in America. അദ്ദേഹം he was known for his people skills. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ബിസിനസ്സിന് വന്നാൽ, ഒരു ക്ലയന്റ് വന്നാൽ, he will never leave this person again. അപ്പൊ അദ്ദേഹം ബില്യണർ ആയതിനു ശേഷം ഇന്റർവ്യൂസ് നടത്തുമ്പോൾ പത്രക്കാരൊക്കെ ചോദിക്കും, ജേർണലിസ്റ്റ് ചോദിക്കും, വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ പീപ്പിൾ സ്കിൽസ്? നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ പൊതിയുന്ന എന്തുകൊണ്ടാണ്? വൈ പീപ്പിൾ ലൈക്ക് യു, ലവ് യു സോ മച്ച്? അദ്ദേഹം പറഞ്ഞു, ലിസൺ വെരി കെയർഫുള്ളി. I practice the gold mine. I look for the gold. പണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ ഈ സ്വർണ്ണ ഖനികൾ തേടിയിട്ട് ഒരുപാട് പേര് സ്വർണം കുഴിച്ചെടുക്കും. പല ഭാഗങ്ങളിൽ
ന്യൂസ് വന്നു, ഇവിടെ കുഴിച്ച ഇവിടെ സ്വർണ്ണഖനിയുണ്ട്. അപ്പൊ പലരും പ്രോസ്പെക്ട്സ് തേടിയിട്ട് അവരെല്ലാം വിറ്റുപെറുക്കി വലിയ സ്വർണ്ണ ഖനനത്തിനുള്ള മെഷീൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് കിട്ടി, ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി ഓഫ് ഗോൾഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പൊ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഗോൾഡ് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു സി അതിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അവരിങ്ങനെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കും, പിന്നെ അവരതിനെ ഇത് ചെയ്യും, അവരതിനെ ഫിൽട്ടർ ചെയ്യും, ഒരുപാട്. ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. എന്നിട്ട് സ്വർണം കിട്ടുന്നുണ്ടോ? ഇല്ല. ദേ ആർ ഗെറ്റിംഗ് ഡർട്ട് ആൻഡ് ഡർട്ട് ആൻഡ് ഡർട്ട് ആൻഡ് ഡർട്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ഡർട്ടാണ്. വേർ ഇസ് ദ ഗോൾഡ്? അത് കിട്ടും. നോ വൺ ഈസ് ടയേർഡ്. അവർ രാത്രി ആവുമ്പോൾ ഒന്നും കിട്ടിയില്ല അന്നത്തെ ദിവസം, അവർ വളരെ ഹാപ്പി ആയിട്ട് ഉറങ്ങും, അടുത്ത ദിവസം വളരെ ഊർജ്ജസ്വലരായിട്ട് എണീക്കും, വീണ്ടും ഡു ദ സെയിം തിങ്. They do the same thing. Why are they not tired? അവരെന്തുകൊണ്ട് ഉത്സാഹം നഷ്ടപ്പെടുന്നില്ല അവരുടെ? ലിസൺ. അവരെന്തുകൊണ്ട് അവരുടെ ഉത്സാഹം നഷ്ടപ്പെടുന്നില്ല? They are not looking for dirt, they are looking for gold. They are not looking for dirt, they are looking for gold. കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡർട്ട് ആണ്. ബട്ട് what is they focusing on? On gold. They are focusing on gold. ഇത് ആൾക്കാരുടെ കാര്യത്തിലും വളരെ ശരിയാണ്. നിങ്ങൾ ആൾക്കാരായിട്ട് സമ്പർക്കത്തിൽ വരും. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആർട്ട് യു ഷുഡ് ലേൺ, ഡീലിംഗ് വിത്ത് പീപ്പിൾ around you, effectively dealing with people and getting the certificate from them. ഈ ആള് നല്ല ആളാണ്, is a very productive and very happy. I'm happy, I'm comfortable with this person എന്ന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ it is an art of dealing with people. ആ ഡീലിംഗിൽ നമ്മളെ ഒരേ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. ആർ യു ലുക്കിംഗ് ഫോർ ഗോൾഡ്? ചിലപ്പോൾ ഡർട്ട് ആയിരിക്കും വരിക. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡർട്ട്. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡർട്ട്. ചിലപ്പോൾ മോസ്റ്റ്ലി യു വിൽ ഗെറ്റ് ഡർട്ട്. ബട്ട് ആർ യു ലുക്കിംഗ് ഫോർ ദ ഗോൾഡ്? നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ലെറ്റ് us take the relationship thing. നിങ്ങളുടെ പാർട്ട്ണർ ഡർട്ട് നിങ്ങൾക്ക് തരുമ്പോ why are you getting exhausted by this dirt? Because you don't know the art of looking at the gold. Gold ഉണ്ടാവില്ല ഉറപ്പായിട്ടും. No. There is gold. ഹ്യൂമൻ നേച്ചർ എന്താന്ന് വെച്ചാൽ ഡർട്ട് കാണുമ്പോൾ ഡർട്ടിൽ ഫോക്കസ് ആയിപ്പോ. We cannot focus on the gold. ഈ ഒരു ആർട്ട് ഡെവലപ്പ് ചെയ്തിടണം. ദിസ് ഇസ് വെർ സ്പിരിച്വാലിറ്റി ഹെൽപ്സ്. ദിസ് ഇസ് വെർ മെഡിറ്റേഷൻ ഹെൽപ്സ്. ദിസ് ഇസ് ദ പ്രോസസ്. മെഡിറ്റേഷൻ, സ്പിരിച്വാലിറ്റി മറ്റൊന്നും ചെയ്യാൻ. ദിസ് ഈസ് മെഡിറ്റേഷൻ, ദിസ് ഇസ് സ്പിരിച്വാലിറ്റി. ഇതിനു വേണ്ടിയിട്ടാണ് യു ഗോ ത്രൂ ദിസ് പ്രോസസ് ടു ഫൈൻഡ് ദ ഗോൾഡ്. ഗോൾഡ് ഓൾറെഡി ഉണ്ട്, അത് കാണാനുള്ള മനസ്സ് ഡെവലപ്പ് ചെയ്യുക. അത് ശരി, ഈ ആളിൽ ഇതുണ്ടല്ലോ. Our life will become happy and peaceful. ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കണം. Unable to accept mistake. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്കറിയാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണ് ആരെങ്കിലും പറഞ്ഞാൽ നീ who are you to ask me? നിങ്ങളാണത് ചോദിക്കേണ്ടത്. എനിക്കറിയാം. ഖയോസിന്റെ റൂട്ട്സിൽ ഒന്നാണ് know it all at it. I know. ഇല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം. എൻ്റെ എഡ്യൂക്കേഷൻ ആൾക്കാരുടെ നിന്നാണ്, നോട്ട് ഫ്രം സ്കൂൾ ആൻഡ് കോളേജ്. നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ? ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് പറയണം. ബട്ട് ദിസ് ഇസ് എ ഫാക്ട്. ഞാനിത് സ്കൂളുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. 90% ഓഫ് ദ വേൾഡ്സ് പ്രൊഡക്റ്റീവ് പീപ്പിൾ, ഭൂമിയിൽ പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാരിൽ 90% പേരും, ലിസൺ മൈ ഡിയർ ഫ്രണ്ട്സ്, ദേ ആർ സ്കൂൾ ആൻഡ് കോളേജ് ഡ്രോപ്പ് ഔട്ട്സ്. ഒരു സ്കൂളോ കോളേജോ കംപ്ലീറ്റ് ചെയ്യാത്തവരാണ്. Those who live peacefully, most of them. So education is not what we think. നമുക്കത് ലോകത്ത് നിന്നാണ് കിട്ടുക. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോ. സ്കൂൾ കോളേജ് ഫിനിഷ് ചെയ്ത് നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ ചോദിച്ചാൽ ഐ എം വെൽ എഡ്യൂക്കേറ്റഡ്. വിവേകാനന്ദൻ യൂത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, യു ഡോണ്ട് സേ യു ആർ എഡ്യൂക്കേറ്റഡ്, യു ആർ ഗ്രാജുവേറ്റഡ് ബട്ട് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. യു ആർ ഗ്രാജുവേറ്റഡ് ബട്ട് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷൻ ഈസ് എ ഡിഫറെന്റ് തിങ്. എക്സ്പ്ലോർ ചെയ്യണം. ഇതൊരു വലിയ സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണ്. അതെന്തോ ആയിക്കോട്ടെ. നമുക്ക് ഐ ഹാവ് ടോൾഡ് ദിസ് ഇൻ സ്കൂൾസ്.
അധ്യാപകരുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുഖം കാണേണ്ടതാണ് ഇത് പറയുമ്പോൾ. ബട്ട് ഞാനത് വളരെ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ബട്ട് ഇറ്റ് ഈസ് എ ഫാക്ട്. ദ സ്കൂൾ പ്രോസസ് ഡസന്റ് മേക്ക് യു എ ഫുൾ ഹ്യൂമൻ ബീയിങ്. ഇൻ ഫാക്ട് പല റിസർച്ചുകളും പറയുന്നത് വൺസ് യു ഫിനിഷ് ഹൈസ്കൂൾ, 5 വയസ്സിലുണ്ടായിരുന്ന നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും യുവർ ഇൻട്രസ്റ്റ് ഇൻ ദ വേൾഡ് അതെല്ലാം പകുതിയോളം കുറയുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ആഫ്റ്റർ യു ഫിനിഷ് ഹൈസ്കൂൾ. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഇതിന്റെ അർത്ഥം പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് നെഗറ്റീവ്. ദീസ് ആർ ഫാക്ട്സ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം വാട്ട് ഈസ് എഡ്യൂക്കേഷൻ, എന്താണ് എനിക്ക് പഠിക്കേണ്ടത് ലൈഫിൽ. യൂത്ത് ശ്രദ്ധിച്ചേ പറ്റൂ ഈ കാര്യം. സോ എനിക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റണം. എന്നിട്ട് എനിക്ക് പഠിക്കണം, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം. ലേൺ ലൈഫ് ഫ്രം സക്സസ്ഫുൾ പീപ്പിൾ, ഫ്രം പീപ്പിൾ ഹു ഫെയിൽഡ്, അവരുടെ നിന്നും പഠിക്കണം. ദാറ്റ് ഈസ് ദിസ് യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫ്. പഠിക്കണം, പഠിച്ച് നമ്മൾ മുന്നേറണം. രോഹിണി സിസ്റ്റർ, ഐ തിങ്ക് ടൈം ഈസ് അപ്പ്. There are a lot of things, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ it will be a good starting point to go from chaos to calm. Thanks for listening. Thanks for listening to all of you. If there is time, Rovini can come in and take control back. സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ we can have a question and answer session. Illengil we can finish. It's up to Rovini now. Thank you very much. ഓം ശാന്തി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കെയോസ് ടു കാം എന്നുള്ളൊരു ടോപ്പിക്കില് ഓവറോൾ ആയിട്ട് നമ്മളുടെ ആ ഒരു കയോട്ടിക് അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണങ്ങൾ എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവുന്ന റീസൺസിനെ കുറിച്ച് ബ്രദർ നമുക്ക് നോട്ട് ചെയ്ത് തന്നു. അതുപോലെ ഏതെല്ലാം ആ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രദർ അതല്ലേ പറഞ്ഞു, നമ്മൾ പോസ്റ്റേഴ്സ് ആയിട്ട് ചുമരിൽ കാണാറുള്ള പോലുള്ള മഹാവാക്യങ്ങള്. അപ്പൊ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആ ഓരോ സെന്റൻസുകള്, അപ്പൊ അത് സ്മരിക്കുക. അതുപോലുള്ള കുറെ എക്സാമ്പിൾസ് ആണ് ബ്രദർ നമുക്ക് ഷെയർ ചെയ്ത്. എപ്പോഴും യൂത്ത് യങ്സ്റ്റേഴ്സ് പറയാറുള്ളതാണ്, തിയറി ഇഷ്ടമല്ല, പെട്ടെന്ന് മനസ്സിലേക്ക് ക്യാച്ച് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കോട്ട്സോ, ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും പറയില്ലേ, പ്രഭാഷണം പോലെയുള്ളതൊന്നും നിങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒരു 2 സെന്റൻസോ അല്ലെങ്കിൽ ഒരു ചിത്രമോ അങ്ങനെ ഇടുമ്പോൾ അത് മനസ്സിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ പ്രഭാത് ഭായും സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും സ്റ്റോറീസിലൂടെ കുറെ ബ്രദറുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ ആ ഒരു കാം അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലേക്കും പകർന്നു തന്നു. ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ വിഷയങ്ങളും ജനറൽ ടോപ്പിക്സ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് അടുത്ത 4 ദിവസത്തെ ടോപ്പിക്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ഇന്ന് സൂമിലും യൂട്യൂബിലുമായിട്ട് നമ്മളെ ദിശ ഫോർ യൂത്ത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും ഈ ഒരു സൂം പ്രോഗ്രാമിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്ന പ്രഭാത് ഭായിജിക്ക് എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു. ഓം ശാന്തി ബ്രദർ. സോ മച്ച് താങ്ക്സ്. Thank you, Rovini sister. Thank you everyone for coming together. Thank you. ഇനി നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷം വന്നിരിക്കുകയാണ്. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ പലരും അതിലൂടെ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോ അതിലൊരു വിശേഷത, നമ്മളുടെ മീനാജിയുടെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും മലയാളികൾക്ക് സുപരിചിതയാണ് നമ്മളുടെ സിസ്റ്റർ. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ജീവിതത്തെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, എല്ലാവരും ചോദിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, മനസ്സമാധാനം, ശാന്തി വേണം ജീവിതത്തില്. അപ്പൊ ആ സത്യമായ ശാന്തി ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടും, ആ ഒരു ടെക്നിക്
വിശ്വത്തിന് മുഴുവൻ, വിശ്വത്തിലെ എല്ലാ മലയാളികൾക്കും സമർപ്പിക്കാൻ വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച ഒരു ശ്രേഷ്ഠ ആത്മാവാണ് സിസ്റ്റർ. യൂട്യൂബിലൂടെ നിങ്ങൾ എല്ലാവരും സിസ്റ്ററുടെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാകും. അപ്പോ എല്ലാ യൂത്ത് സ്റ്റാർസിന്റെ ഭാഗത്ത് നിന്നും സിസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. സിസ്റ്റർ ഓം ശാന്തി, വെൽക്കം. ഓം ശാന്തി. എല്ലാ യുവപ്രതിനിധികൾക്കും പ്രഭാത് ഭായിക്കും രോഹിണി സിസ്റ്റർക്ക്, സീന സിസ്റ്റർക്ക്, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ വിശേഷ രത്നങ്ങൾക്കും ദിശ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. രോഹിണി സിസ്റ്റർ പറയണ്ടേ, സിസ്റ്റർ ബ്ലെസ്സിങ്സ് പറയണം. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ബ്ലെസ്സിങ്സ് പറയാനുള്ളതാണോ അതോ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടണതാണോ? പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, അനുഗ്രഹിക്കൂ, ബ്ലസ് ചെയ്യൂ. സിസ്റ്റർ ആലോചിക്കുകയായിരുന്നു, നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ആലോചന വരികയായിരുന്നു. എനിക്കിപ്പോ ഓർമ്മ വന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് വന്നത് ബ്ലെസ്സിങ്സ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് എനിക്ക് തോന്നുന്നതല്ല, റിയാലിറ്റി അത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മയും സഹോദരങ്ങളാണ്, ബ്രദേഴ്സാണ് വളർത്തിയത്, പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് മുതലേ അമ്മ ആസ്മ പേഷ്യന്റ് ആണ്. അപ്പൊ അമ്മയ്ക്ക് വൈകുന്നത് വരയ്ക്ക്, കാരണം ഞങ്ങള് വളർന്ന സമയത്ത് ചേച്ചിമാരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനാണ് ആ സമയത്ത് പെൺകുട്ടികളിൽ വലുത്. പിന്നെ എൻ്റെ അനിയത്തിയാണ്. ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് വരുമ്പോ വരെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യണം, അന്നത്തെ പോലെ പൈപ്പ് കണക്ഷൻ ഒന്നുമില്ല, വെള്ളം കോരിയെടുക്കണം, ഇന്നത്തെ പോലെ മിക്സി ഇല്ല, ആ സമയത്ത് അരയ്ക്കണം. അപ്പൊ എല്ലാം അരച്ച് അമ്മയ്ക്ക് വൈകുന്നേരം വരെ ചെയ്യാനുള്ള എല്ലാം അരച്ചെല്ലാം കൊണ്ടുവയ്ക്കും. എന്താ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കാനുള്ളതെന്ന് ചോദിച്ച് വെള്ളം എല്ലാം കോരിക്കൊണ്ടുവന്ന് വെക്കും. അന്ന് ഗ്യാസ് അടുപ്പില്ലേ ഇന്നത്തെ പോലെ, വിറകെല്ലാം എടുത്തു വെച്ച് എല്ലാം റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോവാ. ഞങ്ങളെ മീൻസ് ആ സമയത്ത് സിസ്റ്ററാണ് വീട്ടിലെ മുതിർന്ന ആള്, പിന്നെ ചെറുതാണ് അനിയത്തി. അപ്പൊ ഞാനിങ്ങനെ സാക്ഷിയായിട്ട് ആലോചിക്കുകയായിരുന്നു, ജീവിത യാത്രയില് ഓരോ നിമിഷത്തിലും നമുക്ക് ലഭിക്കുന്നത്, ഇത് എന്തിനാ സിസ്റ്റർ നിങ്ങളോട് പറയണെന്ന് ചോദിച്ചാല്, ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മം ഓരോ ഹൃദയങ്ങളിൽ നിന്ന് നമുക്ക് ആശീർവാദം നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ പരീക്ഷ സമയത്ത് പോയിട്ട് തലകുനിച്ച് നിന്നിട്ട് എന്നെ ആശീർവദിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സിസ്റ്റർക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നമ്മള് ഇതുവരെ ഏത് സമയം കടന്നുപോയോ, ലൈഫ് എങ്ങനെയായിരുന്നു അത് പോട്ടെ, പക്ഷേ ദിശ എന്നാണല്ലോ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ജീവിതത്തില് നമുക്ക് ശ്രേഷ്ഠ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ദിശ കാണിച്ചു തരുന്ന ഈ പ്രോഗ്രാമിലൂടെ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കി തരികയാണ്. ഓരോ നിമിഷത്തിലും നമ്മുടെ ഓരോ കർമ്മവുമാണ് നമുക്ക് ബ്ലെസ്സിങ്സ് വാങ്ങിത്തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈശ്വരന്റെ മഹവാക്യം എനിക്ക് ഓർമ്മ വരികയാണ്,
ബ്ലെസ്സിങ്സിന്, ആശീർവാദത്തിന് റോക്കറ്റിനേക്കാളും സ്പീഡാണ്. നമ്മളെല്ലാരും ആരുടെ കൂടെയാണോ ജീവിക്കണേ? അച്ഛൻ, അമ്മ, നിങ്ങളെല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്. അച്ഛൻ, അമ്മ, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലം, നമ്മൾ രാവിലെ മുതൽ വൈകുന്നവരെ ആരോടൊപ്പമൊക്കെ ഇടപെടുന്നു. ഓരോരുത്തരിൽ നിന്നും ബ്ലെസ്സിങ്സ് കിട്ടുന്ന തരത്തിലുള്ള കർമ്മം വേണം നമ്മൾ ചെയ്യും. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയുടെ പേരാണ് ബ്ലെസ്സിങ്. ശാപം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നെഗറ്റീവ് എനർജിയാണ് ശാപം. അയ്യോ, അവരെങ്ങനെ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടാവുമോ, അതുകൊണ്ടായിരിക്കും എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. ആരും നമുക്കൊരു ദോഷവും ചെയ്യില്ല. നമുക്ക് ഗുണവും നമുക്ക് ദോഷവും ആര് തന്നെ ചെയ്യുള്ളൂ? നമ്മൾ തന്നെയാണ് നമുക്ക് ഗുണം ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ബ്ലെസ്സിങ്സ് ആണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും നമ്മുടെ കർമ്മത്തിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, കാരണം എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണല്ലോ, യങ്സ്റ്റേഴ്സിന്റെ പ്രോഗ്രാം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഒരു ലക്ഷ്യം വെക്കൂ. എൻ്റെ മനസ്സിൽ നിന്നൊരു തോട്ട് വരികയാണെങ്കിലും, ഞാൻ രാവിലെ മുതൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളാണെങ്കിലും, ഫുൾ ഡേ ഞാൻ എന്തെല്ലാം ആക്ടിവിറ്റി എവിടെയാണ് ചെയ്യുന്നതെങ്കിലും, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും, ബ്ലെസ്സിങ്സ് വാങ്ങിത്തരുന്ന പോസിറ്റീവ് എനർജി റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റെപ്പുകളെ എന്നിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താകും? ഈ പോസിറ്റീവ് എനർജി എല്ലാവരിൽ നിന്നും കിട്ടണം. അത് വീട്ടിൽ നിന്നാണെങ്കിലും ചെറിയ ചെറിയ ഒരു സിമ്പിൾ കാര്യം സിസ്റ്റർ പറയാം. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നവരാണെങ്കിലും, ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം, പഠിക്കാൻ വേണ്ടി നമ്മൾ നീക്കുന്നതോ നോക്കുന്നതോ വേറെ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ ആങ്ങളെയാണോ അല്ലെങ്കിൽ ഭാര്യയാണോ ഭർത്താവാണോ ആരാണോ നമ്മുടെ കൂടെയുള്ളേ, അവരുടെ അടുത്ത് പോയി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവര് കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ കഷ്ണം മുറിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ തേങ്ങ ചിരകി കൊടുക്കൂ, പാത്രം കഴുകി കൊടുക്കൂ, ഒരാൾ അടിക്കുകയാണെങ്കിൽ തുടച്ചു കൊടുക്കൂ. ചെറിയ ചെറിയ കർമ്മം നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ 24 hours നമ്മൾ ആരും പഠിക്കില്ല. എത്ര സമയം നമ്മുടെ എല്ലാം വെറുതെ അവരോട് ഇവരോട് ഹലോ പറഞ്ഞും വാട്സപ്പ് നോക്കിയും മെസ്സേജ് നോക്കി എത്ര സമയം കളയാറ്. എല്ലാത്തിനും ഒരു ടൈം വെക്കും. ബാക്കി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടംപോലെ സമയമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കൂടെയുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ അടുത്ത് നല്ല ആശീർവാദം കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടും. അവർ ഓരോ സമയത്ത് നമ്മുടെ തലയിൽ കൈയെടുത്ത് വെക്കില്ല, പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ പോലും നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നെല്ലാം ആവശ്യ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളും ഓരോ നമ്മുടെ നല്ല സ്റ്റെപ്പുകൾക്കും നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ബ്ലെസ്സിങ്സ് ലഭിക്കും. അങ്ങനെ രാവിലെ മുതൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും കിട്ടുന്ന പോസിറ്റീവ് എനർജിയുടെ എല്ലാം ഡെപ്പോസിറ്റ് ഈ ബാങ്കിൽ ഒരു വലിയ ശേഖരണമായിട്ട് മാറും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത് മഹാശിവരാത്രി വേളയാണ്. ഇനി 11-ാം തീയതി ശിവരാത്രിയാണല്ലോ. ശിവരാത്രി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ശിവരാത്രിയില് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥ നമുക്ക് ഓർമ്മ വരുന്നത്, നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ ഏതാ കേട്ടിട്ടുള്ളത്? ദേവന്മാർക്ക് ജരാനര ബാധിച്ചു, ദുർവാസാവിന്റെ ശാപം മൂലം. എന്നിട്ടോ ശാപമോക്ഷം എന്താ കൊടുത്തേ? അമൃത് കണ്ടെത്തണം, പാലാഴിക്കടൻ. അമൃതെടുത്ത ജരാനരം മാറും. ഇന്നത്തെ ചെറുപ്പക്കാരായ നമ്മൾ എല്ലാവരും ആലോചിക്കണം, ജരയും നരയും ബാധിച്ചിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ എല്ലാ യുവത്വത്തിനാണ് ജരയും നരയും ബാധിച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന സിസ്റ്റർ. കാരണം ഇന്ന്
പ്രത്യേകിച്ച് സിസ്റ്റർ ഇവിടെ നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വന്നു പോകുന്ന പലരെയും ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് രാവിലെയും കൂടി 70 വയസ്സിന് മേലെയുള്ള രണ്ടുപേര് വന്നിട്ട് റിട്ടയർഡ് ആണ് അവര്. പക്ഷെ 70+ ഏജ് ഉണ്ട്. പക്ഷെ അവരുടെ എനർജി കണ്ടിട്ട് സിസ്റ്റർക്ക് ഇത്ര അത്ഭുതം തോന്നി. അവര് 10-15 വർഷങ്ങളായിട്ട് ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, ഡെയിലി സത്സംഗങ്ങൾ കേൾക്കുന്നവരാണ്. ആ 70+ വയസ്സുണ്ട്, പക്ഷെ അവരുടെ ആക്ടിവിറ്റി 17 വയസ്സുകാരേക്കാളും ചുറുചുറുക്കാണ്. അപ്പൊ പ്രായമല്ല നമ്മളെ വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോണേ. പിന്നെയോ ഇന്ന് 17 വയസ്സുള്ളവരെ കണ്ടാലും 70 വയസ്സുകാരെക്കാളും അയ്യോ രാവിലെ എഴുന്നേക്കുമ്പോ എനിക്ക് ആ വേദനയാണ്, എനിക്ക് ഈ വേദനയാണ്. നമ്മുടെ ആലസ്യവും മടിയും ഒഴിവൊഴിവ് പറച്ചിലും 70 വയസ്സല്ല 90 വയസ്സുകാരെക്കാളും നമ്മുടെ അവസ്ഥ ജരയും നരയും ബാധിച്ചതായിട്ട് മാറിക്കുന്നു. അത്ര ആലസ്യവും മടിയും അലസതയും അശ്രദ്ധയും ചെറുപ്പക്കാർക്ക് കൂടി വരികയാണ്. അതുകൊണ്ട് സിസ്റ്റർക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ മഹാശിവരാത്രി നമുക്ക് എല്ലാവർക്കും ശിവരാത്രി വലിയ ഉത്സവമാണ്. ശിവരാത്രിക്ക് നമ്മൾ എല്ലാവരും ജാഗരണം നടത്തണം, ഉണർന്നിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? ഉറക്കമൊഴിക്കണം. സിസ്റ്റർക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ശിവരാത്രി നമ്മുടെ ഉണർവിന്റെ ആയിരിക്കണം. ശിവരാത്രി നാളെ രാത്രി മുഴുവൻ ഉണർന്നിരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. പക്ഷെ ജീവിതയാത്രയില് നമ്മളെല്ലാവരും ഇത്രയും ഉണർവും ഉത്സാഹവും ഉള്ളവരായിരിക്കണം. ചെറുപ്പക്കാരായിട്ട് തന്നെ ഇരിക്കണം. നമുക്ക് വാർദ്ധക്യം ബാധിക്കരുത്. നമ്മുടെ വാർദ്ധക്യമാണ് ജരാനര. അതിന്റെ കാരണം എന്താ പറഞ്ഞിരിക്കണേ? ഐതിഹ്യം വളരെ കറക്റ്റാണ്. ഐതിഹ്യ കഥയിൽ എന്താ പറഞ്ഞിരിക്കണേ? ജരാനര ബാധിച്ചതിന്റെ കാരണം ദുർവാസാവിന്റെ ശാപം. എന്താ കാരണം? ദുർവാസനകളാണ്. ദുർവാസനകൾ എന്തൊക്കെ നെഗറ്റീവ് സ്വഭാവങ്ങള്, മൈനസുകള്, നമ്മുടെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും ഉണ്ടോ, ആ ദുർവാസനകള് കാളകൂട വിഷം പോലെയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ജരാനര ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ 5 ദിവസത്തെ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, ഈ വർഷത്തെ മഹാശിവരാത്രി ആഘോഷവേളയില് നമ്മുടെ യുവത്വത്തിന് എന്തെങ്കിലും ജരാനര ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ജരാനര മാറ്റിയെടുക്കാൻ നമുക്ക് ലഭിക്കുന്ന അമൃതം, ആ അമൃതാണ് ഈ 5 ദിവസത്തെ പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് മഹാദേവ പ്രസാദാണ്. ഈ മഹാദേവ പ്രസാദാകുന്ന അമൃത് കഴിക്കൂ, ജരാനര അകറ്റൂ, യുവത്വത്തിൻ്റെതായ ചുറുചുറുക്കിലേക്ക് നിങ്ങളെല്ലാവരും തീർച്ചയായും തിരിച്ചു വരും. ഈ ചുറുചുറുക്ക് ജീവിതത്തിന്റെ അവസാനം വരെ നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ബ്ലസ്ഡ് ലൈഫ് ആകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും. ഈ വർഷം ഒരു വിശേഷപ്പെട്ട ശിവരാത്രി ആഘോഷാകട്ടെ. അങ്ങനെ ഒരു ജാഗരണ ഉണർവ്, ജാഗ്രത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എപ്പോഴും വിവേകാനന്ദ സ്വാമി പറയുമായിരുന്നു, ഉത്തിഷ്ഠിത ജാഗ്രത. ആരോടാ പറഞ്ഞിരുന്നേ? കൺമുന്നിൽ ഉണർന്നിരുന്നവരോടാ പറഞ്ഞിരുന്നത്. കിടന്നുറങ്ങുന്നവരെ നോക്കിയല്ല പറഞ്ഞിരുന്നേ. ഉണരൂ, എഴുന്നേൽക്കൂ. ഉണരൂ മീൻസ് നമ്മുടെ അവയർനെസ്, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ ഒരു ശിവരാത്രി വേളയില് നിങ്ങൾക്ക് സർവശക്തിവാൻ, ഇത് നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസിലെ സിസ്റ്റേഴ്സ് ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രഭാത് ഭായ് ക്ലാസ് എടുക്കാണ്, അല്ലെങ്കിൽ മീന സിസ്റ്റർ ക്ലാസ് എടുക്കാണ്, രോഹിണി സിസ്റ്റർ ക്ലാസ് എടുക്കാണ്, സേന സിസ്റ്റർ ക്ലാസ് എടുക്കാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഹാദേവ പ്രസാദമാണ്. കാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടമാണ് ശിവരാത്രി കാലഘട്ടം. ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവാൻ. ആലസ്യത്തിന്റെയും അശ്രദ്ധയുടെയും ദുഃഖത്തിന്റെയും ടെൻഷന്റെയും ദുരിതങ്ങളുടെയും മൂഡ് ഓഫിന്റെയും വിഷാദത്തിന്റെയും ഇരുട്ട് മനസ്സുകളെ പിടിച്ചുകൊണ്ടിരിക്കുക. ആ ഇരുണ്ട മാനസിക അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ, ഉണർവിലേക്ക് വരാൻ നമുക്കെല്ലാവർക്കും ഇത് സ്വയം പരമേശ്വരൻ നൽകുന്ന ഒരവസരമാണ്. നിങ്ങൾ എല്ലാവരും ഈ അവസരത്തിന്റെ പൂർണ്ണ ലാഭം എടുക്കൂ. വരൂ. മൂന്നാം കണ്ണ് നിങ്ങളുടെ എല്ലാവരുടെയും
സദാ തുറക്കട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ തുറന്നിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നിമിഷങ്ങളിലും ആശീർവാദത്തിന്റെ ഡെപ്പോസിറ്റ് വാങ്ങുന്ന തരത്തിലുള്ള ശ്രേഷ്ഠ ചുവടുകൾ വയ്ക്കാൻ കഴിയട്ടെ. ഓം ശാന്തി. തൻ്റെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം നമ്മളുടെ ഈ ഒരു ദിശ ഫോർ യൂത്ത് എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആരെല്ലാം തൻ്റെ വാല്യൂബിൾ ടൈമിനെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റാൻ, അതുപോലെ തൻ്റെ പോസിറ്റിവിറ്റിയുടെ പവറിനെ മലയാളികൾ എന്നുള്ളതല്ല, നമ്മൾ ഏതൊക്കെ യുവതി യുവാക്കളുമായിട്ട് കണക്റ്റഡ് ആണോ, നമ്മൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മൾ സ്റ്റഡീസ് ഉള്ളവരായിക്കോട്ടെ, അപ്പൊ നമ്മൾ ആരുടെയൊക്കെ കണക്ഷനിലേക്ക് പോവോ നമ്മുടെ പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും ഒഴുകണം. അപ്പോ ഇന്ന് സിസ്റ്റർ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കേവലം ഒരു ബ്ലെസ്സിങ്സിന്റെ വാക്കല്ല സിസ്റ്റർ പറഞ്ഞത്, ലൈഫിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഇന്ന് സിസ്റ്ററിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കാം. നാവിലൂടെ പറയുന്നതല്ല വരദാനം. ആ ഒരു വലിയൊരു സീക്രട്ട് ആണ് ഇന്ന് നമ്മുടെ മുന്നിൽ സിസ്റ്റർ റിവീൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിഫലത്തിന്റെ പേരാണ് ബ്ലെസ്സിങ്. അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏതൊക്കെ സർക്കിളിൽ പോയാലും എല്ലാവരെ പ്രതിയും ശുഭമായിട്ടിരിക്കുക, ശുഭം മാത്രം ചെയ്യുക. ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും നമുക്ക് ആശീർവാദം തരും, മുതിർന്നവരും നമുക്ക് ആശീർവാദം തരും, ലോകം നമുക്ക് ആശീർവാദം തരും. ഏറ്റവും ഉപരി സർവേശ്വരന്റെ ആശീർവാദം എന്നും ഉണ്ടാവും. അപ്പോ രാജയോഗിനി, ബ്രഹ്മകുമാരി, മീനാജി സിസ്റ്റർ തന്റെ ഇത്രയും ശ്രേഷ്ഠമായ ശബ്ദങ്ങളിലൂടെ നമ്മളെല്ലാവരെയും ബ്ലസ് ചെയ്തു. ആ ഒരു എനർജി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ്. തുടർന്നുള്ള 4 ദിവസവും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇതേ ഐഡിയില് ഇനി 4 days കൂടി പ്രോഗ്രാം ഉണ്ട്. പുതിയ പുതിയ സ്പീക്കേഴ്സ്, ഇതേ രാജയോഗം പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റേഴ്സും ബ്രദേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. യൂട്യൂബ് ലിങ്ക് ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ യങ്സ്റ്റേഴ്സിനെ അടുത്ത 4 ദിവസത്തെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് കൂടി ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സമർപ്പിക്കുന്നു. ഓം ശാന്തി.